ഫോഴ്സ് കമ്മ്യൂണിറ്റീസ് ടച്ച് ചെയ്തത്. ഐ തിങ്ക് ആൻഡ്രൂ നിൽക്കുന്നില്ല. ഐ തിങ്ക് ആൻഡ്രൂ had an opportunity to talk with the chief minister yesterday. മലയാളം എങ്ങനെ നമുക്ക് നേറ്റീവ്ലി LLMs യൂസ് ചെയ്യാം, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. സോ ചാറ്റ് GPT പോലത്തെ സാധനങ്ങളിൽ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. ഒരു ഡാറ്റ സെൻട്രിക് അപ്രോച്ച് എനിക്ക് തോന്നി അതർ കൺട്രീസ് ഫോളോ, ലൈക്ക് എസ്പെഷ്യലി ചൈന, ആൻഡ് ദേ ആർ ലീഡിങ് ഇൻ ദി AI റൈസ്. സോ ഹായ് എവരിവൺ, നമ്മളിന്നിവിടെ തിരുവനന്തപുരത്ത് ഹഡിലിൻ്റെ പ്രോഗ്രാമൊക്കെ ആയിട്ട് വന്നേക്കുമായിരുന്നു. നമ്മളിവിടെ ഒരു KPH ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ കുറേ പാർട്ടിസിപ്പൻസ് ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു സ്റ്റേ ചെയ്യാൻ. ഹഡിലിൽ പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ട്. സോ ഫെലിക്സ് അവിടെയാണ്. സോ ഫെലിക്സിന് പകരം ഞാനായിരിക്കുന്നു ഇവിടെ. Tired of manually tagging data fields? Traditional OCR solutions slow you down. Mapping fields, fixing errors, it's inefficient, frustrating, and hampers scaling operations. Meet Byteflow, AI-powered data extraction that works instantly with no manual tagging required. Just upload any document and Byteflow intelligently extracts the right data. Seamlessly integrate with your workflows or use our APIs to build custom tools. Save time, costs, and boosts efficiency. Visit our website today. സോ നമ്മുടെ ഇവിടെ എല്ലാവരും ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്തിരിക്കുന്നു. സോ വി തോട്ട് വൈ നോട്ട് ടേക്ക് എ പോഡ്കാസ്റ്റ്. നമ്മൾ രാവിലെ ഇന്നലെ ആയിട്ട് കുറേ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള എല്ലാവരുമായിട്ട് ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്ത് വർത്താനം പറയാന്നുള്ളൊരു സ്കീമിലാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ്. എന്താണ് KPH ഹൗസ്? ഓക്കെ, സോ KPH ഹൗസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് പേര് എല്ലാവരും കൂടി ഒരു വീഡിയോ എടുത്തു. വി തോട്ട് വിൽ ജസ്റ്റ് ഹാങ് ഔട്ട്, ടോക്ക് ഇൻട്രസ്റ്റിംഗ് തിങ്സ് അബൌട്ട് പ്രോഡക്ട്സ്, ഹൗ ടു ഗെറ്റ് തിങ്സ് ടു മാർക്കറ്റ്. അപ്പം പിന്നെ കുറച്ചിങ്ങനെ ചായയും കുടിച്ചിങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക എന്നുള്ളൊരു സ്കീമാണ്. ദെൻ വി ഗോ ടു നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ടുഗദർ. പിന്നെ നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ബിൽഡേഴ്സും കുറേ ഫൗണ്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കുറച്ച് കൂട്ടരാണ് ഇവിടെ ഇരിക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ എല്ലാവരുടെയും ഒരു ഇൻട്രോ ആയിട്ട് വേണമെങ്കിൽ തുടങ്ങാം. സോ പിന്നെ നമുക്ക് ഹഡിലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് KPHന് ഒരു മാസ്റ്റർ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ പ്രൊഡക്ട്സ് നമ്മൾ ഡെമോ ചെയ്തു. സോ നിങ്ങൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ടു kph.club, കോൺടാക്ട് അസ്. നമ്മളും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് എല്ലാവരും പരിചയപ്പെടാൻ ജസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ. സോ ബൈ ദ വേ, എൻ്റെ പേര് കിരൺ. ഞാൻ ഹോപ്സ് കോച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഫിലിക്സിനെ KPHൻ്റെ കുറച്ച് ഭാഗമായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ എല്ലാവരും ആദ്യം പരിചയപ്പെടാം. സോ ഹായ്, ഐ ആം ആൻഡ്രൂ. ഞാൻ ഹോപ്സ് കോച്ചിൻ്റെ co-founder CTO ആണ്. മലയാളി. ഹായ്, ഐ എം ഗോവിന്ദ്. ഞാൻ ഇവർ രണ്ടുപേരുടെ ഇന്റേൺ ആണ്. ആൻഡ് ഐ ടോക്ക് അബൌട്ട് AI stuff a lot. You also moonlight a lot. I moonlight a lot as well. ഹായ്, ഐ മുഫീദ്. ഞാൻ ആസസ് എന്ന കമ്പനിയുടെ CEO ആൻഡ് co-founder ആണ്. സോ നമ്മൾ ഇന്നലെ KPHൻ്റെ ഇവിടെ ഇരുന്ന് ഇന്നലെ ഗോവിന്ദ് നീ എപ്പോഴാണ് വന്നത്? 7 മണിയായപ്പോൾ കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നു. പക്ഷേ മുന്നോട്ട് ഇരുന്ന് ഹാക്ക് ചെയ്തോണ്ടിരിക്കും. ഗോവിന്ദ് ലാപ്ടോപ്പ് കിട്ടിയ പിന്നെ ഹാക്കിംഗ് ആണല്ലോ, ഫുൾ AI സ്റ്റഫ്. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇന്നലെ വർത്താനം പറഞ്ഞിരുന്നു. ഐ തിങ്ക് വി സ്റ്റാർട്ട് നമ്മൾ എത്തിയപ്പോൾ ഏതാണ്ട് 9:30 സംതിങ് ആയി. പിന്നെ വർത്താനം പറഞ്ഞു തുടങ്ങി അങ്ങ് എത്രയാ, ഞാൻ 4 മണിയായപ്പോൾ പോയി കിടന്നു. ഐ തിങ്ക് യു ഗൈസ് സ്റ്റേഡ് അപ്പ് ടിൽ ലൈക്ക് 6-5. സോ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ് ചുമ്മാ ഇവിടെ ഹാപ്പനിങ്. പിന്നെ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? ഐ തിങ്ക് കുറേ കാര്യങ്ങൾ We talked about management a lot. How do you deal with people a lot? Oh yeah, I think Andrew had an interesting topic on എങ്ങനെ കണ്ടക്സിന് വേണ്ടി. ഇപ്പോൾ ഹോപ്സ് കോച്ചിൽ ആൻഡ്രൂ ഹാസ് എ ലോട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് അണ്ടർ ഹിം. സോ ഇപ്പം എങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് മാനേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഐ തിങ്ക് ഗോവിന്ദ് ഹാഡ് an interesting question too. Yeah. My questions were mostly around, you got people who are massively talented but you don't know how to find the perfect incentives for them. So എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. I tried handling a bunch of teams. Problem was I could never figure out how to get what drives them, figure out ചെയ്യാൻ പറ്റില്ല. So Hops Coach is running really well. It's like a well-oiled rig. I was wondering, how does it happen? How do you figure out the incentive for it? How do you make people like what they're doing and make them consistently do stuff? So Andrew figured it out after a long run of experiments, I guess. കുറേയൊക്കെ എക്സ്പെരിമെന്റ്സ് ഇതൊക്കെ ആയിരുന്നു, കുറെ ഫിഗർ ഔട്ട്. പിന്നെ ഇങ്ങനെ കുറെ ലെസൺസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, കുറെ അപ്സ് ആൻഡ് ഡൗൺസ്. അതിൽ നിന്നാണ് ഇത് തന്നത്. ഓൾസോ ഇന്നലെ സംസാരിച്ച് നമ്മൾ കുറച്ച് സംസാരിച്ചാൽ ഐ തിങ്ക് അനദർ ഇൻട്രസ്റ്റിംഗ് സെറ്റ് ഓഫ് തിങ്സ് വി ടോക്ക്ഡ് അബൌട്ട് വാസ് ലൈഫ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. ഐ തിങ്ക് ഇപ്പോൾ ഞാനിപ്പോൾ കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. ഐ എം ഫൈൻ കൊച്ചി ആസ് എ ഹോം. And ഇവിടെ എല്ലാവരും വേറെ സ്ഥലത്തുള്ള ആൾക്കാരാണ്. സോ ഐ തിങ്ക് I and Kiran are there in Kochi. Mufiz was there in SF for a bit. പറ നടക്കുന്നു. And
I'm stuck here. ഗോവിന്ദ് ഇൻട്രാഡറും. ബട്ട് മുഫി ഐ തിങ്ക് ഇപ്പം നിനക്കിപ്പോൾ നല്ല ഡിഫറൻസ് തോന്നിക്കാം ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു ഹാക്കർ കമ്മ്യൂണിറ്റി വേഴ്സസ് കൊച്ചിയിലുള്ള ഹാക്കർ കമ്മ്യൂണിറ്റി അതെങ്ങനെയാണ് ലൈക്ക് നിനക്കൊരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക ലൈക്ക് വാട്ട് യു ഫെൽറ്റ് വാട്ട്സ് ഡിഫറെൻറ്റ്? അത് കംപ്ലീറ്റ്ലി ലൈക്ക് കോൺട്രാസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ SF-ലെ ഒരു ഹാക്കർ കൾച്ചർ എന്ന് പറഞ്ഞ സമയത്ത് കുറച്ചും കൂടെ ഐ വുഡ് സേ കൈൻഡ് ഓഫ് മെയിൻ സ്ട്രീം ഇൻ എ വേ. ഓക്കെ. അപ്പോൾ കൊച്ചിയിൽ പറയുമ്പോൾ കുറച്ചുകൂടെ ലൈക്ക് അണ്ടർഗ്രൗണ്ട് വൈബ്സ് ആണ്. ലൈക്ക് അതങ്ങനെ മെയിൻ സ്ട്രീം ആയിട്ട് കണ്ടുവരുന്ന ഒരു ഹാക്കർ കൾച്ചർ വൈബ് അല്ല. അപ്പോൾ നമ്മൾ ഫോഴ്സ് മീറ്റപ്സ് ഉണ്ട്, അതായിരിക്കും യൂഷ്വലി ലൈക്ക് ഹാക്കേഴ്സ് ഒക്കെ ലൈക്ക് കൂടി ചേർന്ന ലൈക്ക് മീറ്റപ്സ് ഉണ്ടാവുന്നത്. പിന്നെ GDG ഇവന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ യൂഷ്വലി കമ്മ്യൂണിറ്റീസിൽ ആക്റ്റീവ് ലൈക്ക് ഫോഴ്സ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റീസിലായിരിക്കും. ഞാനും ഉണ്ടല്ലോ. അതെ. അങ്ങനെ മീറ്റ് ചെയ്യാറ്. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ഞാൻ കണ്ടേക്കുന്ന ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ലൈക്ക് ഫാൻ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ലൈക്ക് ഓൺ ദ സൈഡ് അവരിങ്ങനെ കുറെ ഹാക്കിംഗ് പ്രൊജക്ട്സുകളൊക്കെ വർക്ക് ചെയ്യും. ഇവിടെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. ഇവിടെ ശരിക്കും ലൈക്ക് റിയലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ SMC പോലുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ റിയലി നല്ലോണം കുറെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലരൊക്കെ ആക്ച്വലി അവരുടെ ലിവ്ലിഹുഡ് ആക്ച്വലി അതിൽ അറ്റാച്ച്ഡ് ആണ്, ലൈക്ക് വിക്കിമീഡിയ ആയാലും അങ്ങനെയൊക്കെ. അപ്പോൾ അവര് കുറച്ചും കൂടെ ഒരു ഹാക്കർ കൾച്ചർ നോക്കുന്ന സമയത്ത് ഇവിടെ കൊച്ചിയിലൊക്കെ പറഞ്ഞ സമയത്ത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ് മോർ ദാൻ കമ്പയർഡ് ടു SF. ഗോഡ്. ഐ തിങ്ക് ഇപ്പോൾ ഫോഴ്സ് കമ്മ്യൂണിറ്റീസ് ടച്ച് ചെയ്താണ്. ഐ തിങ്ക് ആൻഡ്രൂ നിൽക്കുന്നില്ല. ഐ തിങ്ക് ആൻഡ്രൂ had an opportunity to talk with the chief minister yesterday. So I think അതിൽ you were asked a bunch of questions about how force can. Yeah, so like എൻ്റെ ഒരു പാട്ടിനകത്ത് വന്നിരുന്നത് was mostly like talking about how like open source kind of like what can we do about open source in Kerala. And എനിക്കതിനകത്ത് ആകെ റേസ് ചെയ്യേണ്ട പോയിന്റ് is like we are already really ahead because of our education system and everything in terms of like free software. ഇവിടെ കുറെ ആൾക്കാർക്ക് ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഒരു എക്സ്പോഷർ കിട്ടിയത് ഇതിലുള്ള കാര്യങ്ങളിലാണ്. ആൻഡ് ഇപ്പൊ കുറെ ലൈക്ക് ഇന്റർനാഷണൽ പ്രൊജക്ട്സിലൊക്കെ ആണെങ്കിലും ഇപ്പൊ ഡെബിയനിലൊക്കെ ആണെങ്കിലും നമ്മള് ലൈക്ക് മലയാളികൾ അല്ലെങ്കിൽ കേരളയിൽ നിന്നുള്ള ആൾക്കാർ ആക്ച്വലി വഹിക്കുന്ന ഒരു പങ്ക് ലൈക്ക് വി ഹാവ് ലൈക്ക് ഐ തിങ്ക് ഔട്ട് ഓഫ് ലൈക്ക് 12 ഡെവലപ്പേഴ്സ് ഇൻ ഇന്ത്യ ലൈക്ക് a lot of people are here in Kerala. And ഇവിടത്തെ നമ്മൾ ഐ തിങ്ക് 2023 we even hosted DevConf here. So like really cool stuff is happening here. And also like open source ഒന്നും നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ really like I mean, ഇപ്പോൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിലൊക്കെ ആണെങ്കിലും we all came together and we built stuff like Corona Safe and Kerala Rescue to kind of like, you know, against this. And ഇപ്പോൾ Corona Safe ഇപ്പോൾ വലുതേ like OHC is like a pretty big thing now. And ഇപ്പോൾ India wide adoption ഉണ്ട്, internationally adoption ഉണ്ട്. That's actually pretty cool, right? അതൊക്കെ ഇങ്ങനെ വന്നതാണ്. So like a lot of things they asked me was mostly around like, okay, എങ്ങനെ ഓപ്പൺ സോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. So like one of the things I raised was like നമുക്കൊരു ഓപ്പൺ ഡേറ്റ പോളിസി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ഡേറ്റ സംഭവം open data just for context. Yeah, so basically നമ്മുടെ government actually has a lot of information about like local set of information അല്ലെങ്കിൽ weather information അല്ലെങ്കിൽ like land geographic information ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ demographic information ഒക്കെ ആണെങ്കിലും ഇതിനുണ്ട്. So like കുറേ കൺട്രീസിൽ ഇന്ത്യയിലും ചില സ്റ്റേറ്റ്സ് basically they have introduced like policies to make this like publicly accessible without like bureaucracy ഒന്നും ഇല്ലാതെ like openly accessible ആയിരിക്കും. Maybe they will give you an API or something like that. So programmersന് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതിൽ നിന്ന് പുറത്ത് നമുക്ക് ഡേറ്റ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രൊജക്ട്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊജക്ട്സിനൊക്കെ ദിസ് കുഡ് ഹാവ് ബീൻ റിയലി ഹെൽപ്ഫുൾ. സോ നമ്മുടെ ഒരു ലൈക്ക് നമ്മൾ ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റയുടെ ആക്സസിബിലിറ്റി നമ്മൾ കൂടുതൽ കൂട്ടിയിട്ട് വി ക്യാൻ ആക്ച്വലി ലൈക്ക് ഹെൽപ്പ് ദ ഗവൺമെൻറ് ആൻഡ് ഹെൽപ്പ് ദ പീപ്പിൾ ആക്ച്വലി ഡു ലൈക്ക് റിയലി കൂൾ സ്റ്റഫ് വിത്ത് ഇറ്റ്. മേ ബി ഡിസാസ്റ്റർ പ്രിവെൻഷൻ മാത്രമല്ല like really other cool stuff. Like there are really cool hackers even within the KPH community like Amit and all who like do really amazing stuff with the data. Sit in shade like കഴിഞ്ഞ ദിവസം കൊച്ചി മെട്രോന്റെ റിയൽ ടൈം മാപ്പ് പോലെയൊക്കെ ബിൽഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് റിയലി കൂൾ സ്റ്റഫ്. ഡാമിന്റെയും എന്തോ സ്റ്റഫ്. ഡാമിന്റെ വാട്ടർ ലെവൽസിന്റെ സ്റ്റഫ് ലൈക്ക് ഇറ്റ്സ് ഓൾ ലൈക്ക് ഫ്രം ഓപ്പൺ ഡേറ്റ. അപ്പോൾ പക്ഷേ ഇതൊക്കെ ഇപ്പോൾ കറന്റ് ഭയങ്കര ലിമിറ്റഡ് ആണ്. ഗവൺമെന്റിന് ഇതിന്റെ സ്ട്രക്ചേർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ലൈക്ക് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഇല്ല. സോ കേരള ഹാഡ് ആൻ IT policy for this. നമ്മൾ പക്ഷേ ഇതിന് ഇംപ്ലിമെന്റേഷനിൽ ഇത്തിരി ലാക്കിംഗ് ആയിരുന്നു. സോ ലൈക്ക് a lot of my stuff was basically can we get that going എന്നുള്ളൊരു രീതിയിലായിരുന്നു. Yeah, that's pretty interesting. I think Govind, nee കൂടുതൽ AI productsലല്ലേ വർക്കുന്നത്. അപ്പോൾ you have to use a lot of data too. So what's your thought on that? Biggest problem is data ഇല്ലാതെ you can't do anything about. Majority of my life is data leveling actually. I look at when you build AI products കുറേയൊക്കെ ഇപ്പോൾ built out ആണ്. There are open source projects for building a lot of things. The only moat you have is what data do you have access to. And ഈ ഗവൺമെൻറ് ഡാറ്റ പബ്ലിക് ഡാറ്റ ആകുമ്പോഴത്തേക്കും യു ഗോട്ട് സോ മച്ച് ഇൻസൈറ്റ്സ് അവർ ഇപ്പോൾ
let's say health records, that's a very sensitive topic to even talk about. Actually, when you're building health products, the biggest thing is nobody is willing to share things. Anonymized item share ചെയ്യാറില്ല. Let's take hospitals, they wouldn't share stuff. So when the government releases their anonymized health records or something, it's a big thing for open source communities. I think ഏറ്റവും കൂടുതൽ ഇത് കാണാൻ പറ്റുന്ന is in China, where you got so much like systemized data availability that people just build things on top of it. അത് മാത്രമല്ല ഡാറ്റ അബണ്ടൻസും പിന്നെ ഒരു ഡാറ്റ സെൻട്രിക് അപ്രോച്ച് എനിക്ക് തോന്നി other countries follow, like especially China, and they are leading in the AI race. Example in how AI data availability helps. ഇപ്പോൾ ഇറങ്ങിയ AI മോഡൽസ് ആണ് നോക്കുകയാണെങ്കിൽ ഈ മലയാളത്തിൽ ഏറ്റവും കുഴപ്പം ഞാൻ പറയാം, ഡാറ്റയിൽ നമുക്ക് റിട്ടേൺ സ്റ്റഫ് കുറേ ഉണ്ട്, പക്ഷെ അത് ഡിജിറ്റൈസ്ഡ് ആയിട്ടൊന്നുമില്ല. വി ഹാവ് എ ലോങ് എന്താണ് ഹിസ്റ്ററി ഓഫ് ഹാവിങ് റെക്കോർഡ്സ് ദാറ്റ് ആർ ജസ്റ്റ് നോട്ട് അവൈലബിൾ ഡിജിറ്റൽ. ചൈനയ്ക്ക് അങ്ങനെയല്ല. They had this digitization way back and everything is mainstream. People use their own language to communicate and all that stuff. SMC is helping out a lot. So it's still not hitting mainstream. SMC, Swathantra Malayalam Computing, is a Malayalam language adoption in the digital era. അത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് വെരി പ്രോ ഫോഴ്സ്. അതിൽ വൺ ഓഫ് നോട്ടബിൾ ഫിഗേഴ്സ് ഇസ് സന്തോഷ് തോട്ടിങ്ങൽ. ഹീ ലിഡ്സ് Wikimedia Foundation. Yeah, he's in Wikimedia Foundation. So yeah, they are trying, പക്ഷേ still നമുക്ക് we can see for ourselves people still are not using മലയാളം അത്ര മെയിൻ സ്ട്രീം ആയിട്ട്. People have that inhibition. Compared to China, everything is in their own language. You won't see English anywhere there. So does it help? It does help. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര അബണ്ടൻസ് ഉണ്ട്. അവർക്ക് നമുക്ക് ഡാറ്റ ട്രെയിൻ ചെയ്യാൻ നേരം നോക്കുമ്പോഴത്തേക്ക് ഇത്രയും ഉണ്ട്. ആൻഡ് യു കുഡ് ജസ്റ്റ് ബിൽഡ് മോഡൽസ് ഔട്ട് ഓഫ് ഇറ്റ് ദാറ്റ് ആർ റിയലി ഗുഡ് അറ്റ് ഇറ്റ്. കുറേ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. വൺ ഓഫ് ദി ഫണ്ണി തിങ് ഇസ് ഇംഗ്ലീഷ് ഭയങ്കര അബണ്ടൻ്റ് ആണ്. എവരിബഡി ഡിഡ് സ്റ്റഡീസ് അബൌട്ട് ഇറ്റ്. ഐ വാസ് എക്സ്പ്ലോറിങ് LLMs ഫോർ മലയാളം ട്രെയിൻ ചെയ്യാൻ കുറേ കാലം നോക്കിയായിരുന്നു. The biggest problem is Malayalam is one of the most morphologically complex languages. എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കുറച്ച് കൂട്ടക്ഷരം ഭയങ്കര പ്രശ്നമാണ്. ഇത് കുറേ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ല. സോ ഇതേപോലെ കോംപ്ലക്സിറ്റി ഉള്ള കാരണമാണ് ചൈനീസ്. ദേ ഫിഗർഡ് ഇറ്റ് ഔട്ട് ബിക്കോസ് ദേ ഹാവ് സോ മച്ച് അബണ്ടൻസ് ഇൻ ഡാറ്റ. പീപ്പിൾ ഹാവ് ബീൻ സോൾവിങ് ഇറ്റ്. അവിടെ ലിംഗ്വിസ്റ്റിക് റിസർച്ചേഴ്സ് കുറേ ഉണ്ടായിരുന്നു. ദേ ലവ് ദെയർ ലാംഗ്വേജ് എ ലോട്ട് ഓർ they use it a lot. അവർക്ക് റിസർച്ച് ഉണ്ടായിരുന്നു. I don't see that much happening in our language. So ഞാൻ അത് കാരണം കുറേ നോക്കിയതാ ഈ മലയാളം എങ്ങനെ നമുക്ക് നേറ്റീവ്ലി LLMs യൂസ് ചെയ്യാം, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. സോ ChatGPT പോലത്തെ സാധനങ്ങളിൽ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. ഇത് വേറൊരു ഫൗണ്ടേഷണൽ സാധനം എനിക്ക് തോന്നിയുണ്ട. വെൻ യു ആർ യൂസിങ് AI, ഇനി അങ്ങോട്ട് കോൺവെർസേഷൻസ് ഹ്യൂമൻ ടു ഹ്യൂമൻ കോൺവെർസേഷൻസ് അത്ര കാണുമെന്ന് തോന്നുന്നില്ല. ഓൾറെഡി വി ഹാഡ് എ റെവല്യൂഷൻ വെയർ പീപ്പിൾ സ്റ്റോപ്പ് ടോക്കിംഗ് നേരിട്ട് IRL ആൻഡ് ദെൻ ദേ മൂവ് ടു ഓൺലൈൻ കോൺവെർസേഷൻസ്. ഇൻസ്റ്റാഗ്രാമിൽ സംസാരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നവൻ ചാറ്റ് ചെയ്യുന്നു, നമ്മൾ സംസാരിക്കുന്നു. ആഫ്റ്റർ എ പോയിന്റ് ഹു കെയർസ് ഇഫ് ഇറ്റ്സ് എ പേഴ്സൺ. സിലിക്കൺ വാലിയിലുള്ള എപ്പിസോഡിൽ AI ഗിൽഫ് യു കാണ്ട്. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം ലാംഗ്വേജസിലായിരിക്കും. ഏറ്റവും കൂടുതൽ ഇമോഷൻസും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വി ക്യാൻ ഓൺലി എക്സ്പ്രസ് ഇറ്റ് ഇൻ അവർ നേറ്റീവ് ലാംഗ്വേജ്. സോ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് സംസാരിക്കുന്ന AI ഇല്ലെന്ന് പറഞ്ഞാൽ വി ആർ ട്രൈൻ ടു ബേസിക്കലി അബാൻഡൺ അവർ ലാംഗ്വേജ് അറ്റ് ദാറ്റ് പോയിന്റ്. യു വിൽ സ്ലോലി ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. മെയിൻ സ്ട്രീം ഇപ്പം തന്നെ അറിയാം, എല്ലാവർക്കും മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ പറ്റും. മലയാളം ടൈപ്പ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ടൈപ്പ് ചെയ്യാനല്ല, അവർക്ക് എഴുതാനും പറ്റത്തില്ല, ടൈപ്പ് ചെയ്യാനും പറ്റത്തില്ല. പയ്യെ നമ്മൾ ഈ I think മലയാളം ടൈപ്പ് ചെയ്യാനുള്ള കുറേ ടൂൾസ് I think SMC did a lot. Varnam is one of them. It's a very interesting project. Varnam technically also very interesting. അവർ റീസെന്റ് ഇതുണ്ടായിരുന്നല്ലോ ലൈക്ക് ഫോസാക്. ഫോസാക്കിൽ Varnam ഉണ്ടായിരുന്നല്ലോ. Yeah, the point was I think Malayalam needs more representation and open source communities are helping out. Other people are focusing on this.
And അതാണ് only moat when you're trying to protect your language and all that stuff. You need to digitize it. That's it. That's my take on AI language. While we are at the subject of open source, I think Mufid, I don't know if you already shared this in the podcast. I think nee Asterix's demo ചെയ്തത് I think a bunch of open source products kind of like. Do you want to share that story? Yeah, so ഞങ്ങൾ വൈസി കയറിയ സമയത്ത് അവിടെ ലൈക്ക് ഡെമോസ് കാണിക്കണം. ലോഞ്ച് ലൈവ് എന്നൊരു ഇവന്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു കാണിക്കാനുള്ള ഒരു ഡെമോ ഉണ്ട്. സോ ഞങ്ങൾ ബേസിക്കലി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസി തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഞങ്ങൾ കോമ്പിനേറ്ററിലുള്ള ഓപ്പൺ സോഴ്സ് കമ്പനീസ് ഞങ്ങൾ നോക്കി. അപ്പോൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അവരുടെ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ കോഡ് ബേസ് ഞങ്ങൾക്ക് ആക്സസ് ഉണ്ടല്ലോ. അപ്പോൾ ആക്സസ്ക്ക് അതിൽ സ്കാൻ ചെയ്യും, അതിൽ ഓൾറെഡീസ് കണ്ടുപിടിക്കും, എന്നിട്ട് അവർക്ക് ഇമെയിൽ അയച്ചിട്ട് പറയും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, അത് ഫിക്സ് ചെയ്യണം. സോ വി ബേസിക്കലി കളക്റ്റഡ് ലൈക്ക് ഓൾ ദീസ് കമ്പനീസ് ആൻഡ് ബിൽഡ് ലൈക്ക് ക്രെഡിബിലിറ്റി ടു സേ ദാറ്റ് അവർ ടൂൾ ആക്ച്വലി വർക്ക്സ്. അപ്പോൾ അങ്ങനെ ലൈക്ക് ഒരു 9 ഓപ്പൺ സോഴ്സ് വൈസി കമ്പനീസ് ഞങ്ങൾ ഹാക്ക് ചെയ്തിരുന്നു. ഈ ലോഞ്ച് ലൈവിൽ ഞങ്ങൾ പോയിട്ട് കാണിച്ചു, ഓക്കെ ദീസ് ആൻഡ് ദിസ് കമ്പനീസ് ഞങ്ങൾ ഹാക്ക് ചെയ്തു, ലൈവ് ഹാക്ട് ലൈക്ക് ആ വൈസി കമ്പനി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്തിരുന്നു. സിൻസ് ഇറ്റ് വാസ് ഓപ്പൺ സോഴ്സ് ഞങ്ങൾക്ക് കോഡ് ആക്സസ് ഉണ്ട്, നോ വൺ സ്റ്റോപ്പിംഗ് us. അങ്ങനെ ഒരു ഡെമോ ചെയ്തിരുന്നു. I think നമ്മളെല്ലാവരും I think connected ആയത് ഏതാണ്ട് ഒരു സെയിം കമ്മ്യൂണിറ്റി. Then we kind of like came into KPH and kind of like everything. Yeah. KPH, my intro to KPH was kind of different. I think I brought Mufid into KPH. Okay. I think you brought me into KPH too. Yeah, I think. I met. I think we met at Google I/O. Yeah. I met Mufid at the Rust meetup. Okay. I actually met my co-founder Vivek. അതും റസ്റ്റ് മീറ്റപ്പ്. Rust meetup. ആ റസ്റ്റ് മീറ്റപ്പിൽ ആകെ 5 പേര് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ചാണ് ആദ്യം ആൻഡ്രൂവിനെ കാണുന്നത്. അപ്പൊ ആ സമയത്ത് എന്താ സംഭവിച്ചാൽ ആൻഡ്രൂ പറഞ്ഞു ലൈക്ക് ഐ തിങ്ക് ലിറ്ററലി നെക്സ്റ്റ് ഡേ ഓർ ലൈക്ക് ദ ഡേ ആയിരുന്നു കേരള പോഡ്കാസ്റ്റിന്റെ മീറ്റപ്പ് എന്ന് പറഞ്ഞു. ഹി ടോൾഡ് മീ ദാറ്റ്. അപ്പോൾ ഫീലിക്സ് ആണ് നടത്തുന്നത് പറഞ്ഞപ്പോൾ ദെൻ ഐ ഗോട്ട് ഫ്ലാഷ് ബാക്സ്. കാരണം ഫീലിക്സ് പണ്ട് ലൈക്ക് വെൻ ഐ വാസ് 15 പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അങ്ങനെയാണ് ഞാൻ പുള്ളിയെ കണ്ടിട്ടുള്ളത്. പിന്നെ ലൈക്ക് അവിടെ ഇവിടെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ഇങ്ങനെ മീറ്റപ്പ് വന്ന സമയത്ത് ഓക്കെ വൈ നോട്ട്. ഞാൻ ആ സമയത്ത് കൊച്ചിയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് എവർ KPH മീറ്റപ്പിലേക്ക് പോകുന്നത്. But our meetups are like really filtered, like top 1% talent മാത്രം കൊണ്ടുവരുന്ന ടൈപ്പ് meetups ആണ്. It's really cool. Really cool too. I mean, so നമ്മുടെ meetups സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ആദ്യം ലൈക്ക് വിൽ ഹാവ് എ ബഞ്ച് ഓഫ് നെറ്റ്വർക്കിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും. ദെൻ വിൽ ഹാവ് കുറച്ച് ഡെമോസ് ആൻഡ് ഇപ്പം നമ്മുടെ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ ഹഡിൽ നിന്ന് ആക്ച്വലി എടുത്തത്. ലൈക്ക് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത റിയലി കൂൾ പ്രോഡക്ട്സ് നമുക്ക് ഡെമോ ഷോക്കേസ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് യൂഷ്വലി നമ്മുടെ മീറ്റപ്സിൻ്റെ ഫോർമാറ്റ്. ലൈക്ക് ഷോ ദ ഡെമോ, പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഷോ ദ പ്രോഡക്റ്റ്, ഗെറ്റ് ഫീഡ്ബാക്ക്, ആ ഒരു ഇതിലാണ്. സോ ടോക്കിംഗ് മോർ അബൌട്ട് KPH മീറ്റപ്സ്, അപ്പം ഐ തിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഐ തിങ്ക് റിയലി കൂൾ ബിൽഡേഴ്സ് ഉണ്ട്. സാവി ഉണ്ട്. ഐ തിങ്ക് പ്രോബ്ലി ഫീലിക്സ് മൈറ്റ് ബ്രിങ് സാവി ടു an episode someday. So who are some of like the interesting hackers and makers that you found meetups? Just a shout out to really cool people in our community. From KPH, Rajat. Oh. Rajat Sandeep. That guy just walked in and showed us demo and is like, yeah, that's my thing. And he got a lot of crap for it. Yeah. Allada Savvy is like one of the most notable I could find. I think Savvy is like what 17. He's Yeah. Yes, And he's like building Insane really amount of cool stuff. products for the world. I think recently launched it. Yeah, Glow. Glow. Yeah. Yep. And his strategy is also nice. It's like paid only. Because the biggest problem with making a product is converting the free users. No free users. Smart. Yep. Who else? I think നമ്മുടെ മൈക്രോ കമ്പനിയിലെ ഗൗതം Yeah. really Micro company as a whole is like yeah. a really interesting set of people with like Yeah. lots of insights. diverse, and like space. everyone is Diverse kind of ആണ്, like- yeah. Oh, there was also this guy, these guys, the browser ഉണ്ടാക്കിയ. SJCT like Yeah, that. SJCT, Yeah. yeah. So a bunch of people in our community are kind of like building a entire browser like designed for developers and designers. അതും really cool products ആണ്. So നമ്മുടെ മീറ്റപ്സിന് വന്നാൽ അതിൻ്റെയൊക്കെ ഡെമോ കിട്ടും. സോ നമ്മുടെ ലൈക്ക് ഈ ഒരു മേക്കർ കൾച്ചർ ലൈക്ക് എന്താ ഇപ്പോൾ പറയാം, നമ്മളിപ്പോൾ കുറേ എങ്ങനെ ബിൽഡ് ചെയ്യണം സെൽ ചെയ്യണം എന്നൊക്കെ പഠിക്കണം. ലൈക്ക് ട്രയൽ ആൻഡ് എറർ ആണ്. ലൈക്ക് യു ബിൽഡ് ഔട്ട് തിങ്സ്, ചിലപ്പോൾ വർക്ക് ആവില്ല, ചിലപ്പോൾ എന്താ പ്രോഡക്റ്റ് ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് എടുക്കേണ്ടി വരും. സോ ഒന്ന് ലൈക്ക് ഹൗ ഡിഡ് യു ഓൾ സ്റ്റാർട്ട് വിത്ത് യുവർ മേക്കർ കൈൻഡ് ഓഫ് ലൈക്ക് ജേർണി ആൻഡ് വാട്ട് ഡു യു തിങ്ക് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് ഇമ്പോർട്ടൻറ്റ് ആസ് എ മേക്കർ? ലൈക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ലൈക്ക് So എൻ്റെ ഒരു പെർസ്പെക്ടീവ് കുറച്ചും കൂടെ ടെക് സൈഡിൽ നിന്നാണ്. ബിക്കോസ് ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഫോർ മീ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ടു ഓൾ ഓഫ് ദീസ് തിങ്സ് വാസ് ലൈക്ക് the curiosity to make computers do random things, right?
അപ്പോൾ ഇറ്റ്സ് നെവർ നെസസറിലി യൂസ്ഫുൾ തിങ്സ്, ജസ്റ്റ് ലൈക്ക് റാൻഡം തിങ്സ്. അപ്പോൾ അതിൽ നിന്ന് വന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ. അപ്പോൾ ഇതിൽ നിന്ന് കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്തു. ആ സമയത്ത് നെറ്റൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. സോ ഐ ഹാഡ് ടു ആക്ച്വലി ലൈക്ക് യുനോ, പക്ഷെ ആ സമയത്ത് ഓൺലൈൻ ഡോക്യുമെന്റേഷൻ നല്ലതായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഈസി ടു സ്ക്രേപ്പ് ആൻഡ് പുൾ ഇറ്റ് ഇൻ ടു യുവർ മെഷീൻ. അപ്പോൾ ഞാൻ കുറേ നെറ്റ് കിട്ടുന്ന സമയത്ത് നെറ്റ് ഫുള്ള് ഉപയോഗിച്ചിട്ട് ഫുള്ള് ഓൺലൈൻ ഡോക്യുമെന്റേഷൻ സ്ക്രേപ്പ് ചെയ്ത് ലോക്കലി വെക്കും. എന്നിട്ട് എൻ്റെ ബേസിസിൽ കുറേ ട്രയൽ ആൻഡ് എറർ ചെയ്താൽ പഠിച്ചത്. പിന്നെ ഐ ഗോട്ട് ടു എ പോയിന്റ് വെയർ ഐ ഹാഡ് ഇനഫ് നോളജ് വെയർ ഐ ക്യാൻ ബി ലൈക്ക് ഐ ക്യാൻ സോൾവ് സ്മോൾ പ്രോബ്ലംസ്. അപ്പോൾ ഒരു നല്ല ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ പാരൻസ് ഐ തിങ്ക് ഗോട്ട് ലൈക്ക് ദർ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആ ഒരു സമയപ്പോഴത്തേക്ക്. ആൻഡ് ഇറ്റ് ആക്ച്വലി ഡിഡ്ന്റ് ഹാവ് ലൈക്ക് എ ബിൽറ്റ് ഇൻ ഫ്ലാഷ് ലൈറ്റ് അപ്പ്. ഞാനൊന്നും ചെയ്തില്ല, ആൻഡ്രോയിഡിന്റെ എസ്റ്റേക്ക് ഫുൾ ഇരുന്ന് വായിച്ചു. എന്നിട്ട് ലൈക്ക് ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കണ്ടുപിടിച്ചു, ഫ്ലാഷ് ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് കണ്ടുപിടിച്ചു, ഫ്ലാഷ് ലൈറ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് വെരി ബേസിക്സ് ആണ്. ലൈക്ക് ഇപ്പൊ അതൊക്കെ സിസ്റ്റത്തിലൊക്കെ എല്ലാം ബിൽറ്റ് ഇൻ ആണ്, ലൈക്ക് പ്രോപ്പർലി ദർ. ആ സമയത്ത് ഇറ്റ് വാസ് നോട്ട് വെരി സ്റ്റാൻഡേർഡൈസ്ഡ്. ആ ഒരു ആൻഡ്രോയിഡ് ക്രേസി ഹേഡേസ് സോർട്ട് ഓഫ് വൈബാണ്. I think you also had a story like കാനഡയിൽ വെച്ച് I remember you telling me ഒരു ബസ് സ്റ്റോപ്പ്. സോ ലൈക്ക് അത് എൻ്റെ ഒരു സോ അപ്പോൾ കാനഡയിൽ ഐ സ്റ്റഡിഡ് ഇൻ കാനഡ ലൈക്ക് ബാച്ചിലേഴ്സിന്. ആൻഡ് ഐ സ്റ്റഡിഡ് ഇൻ ദിസ് place which was like very cold. Winters ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. സോ ഐ റിമെമ്പർ ലൈക്ക് ദ ടെമ്പറേച്ചർ ഗോയിങ് ബിലോ ലൈക്ക് -20 -30 ഒക്കെ. സോ അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ മരവിക്കും. സോ നമ്മൾ യൂഷ്വലി ഗ്ലൗസ് ഇട്ടിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. ലൈക്ക് കൈ കുറെ ഒരു മിനിറ്റിന് മേളൊക്കെ കൈ പുറത്തിട്ട് കഴിഞ്ഞാൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആവും. ലൈക്ക് അങ്ങനത്തെ ഒരു ഇതിലാത്ത. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് ആയി. ഞാൻ ബസ് എവിടെയാണ് എനിക്ക് സോ അവിടെ ബസ് ഉപയോഗിച്ചായിരുന്നു, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചായിരുന്നു വന്ന്. അപ്പോൾ ബസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഇങ്ങനെ കൈ പിടിച്ചിട്ടായിരുന്നു നടക്കുന്നത്. അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ബേസിക്കലി ഫ്രോസ്റ്റ് ബൈറ്റ് ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാനൊരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചത്. ഇറ്റ് വാസ് എ പെബിൾ ടൈം. ആ സമയത്ത് ഡിസ്കണ്ടിന്യൂ ആയിരുന്നു. അതൊരു കിക്ക് സ്റ്റാർട്ടർ ചെയ്തൊരു ഗൂഗിൾ അക്വയർഡ് പെബിൾ. നോ അക്വയർ ചെയ്തില്ല, അത് ഡൈ ഓഫ് ബേസിക്കലി. സോ പെബിൾ ടൈം ഇറ്റ് വാസ് എ പ്രിറ്റി കൂൾ. ഈ പേപ്പർ ഡിസ്പ്ലേ ഉള്ളൊരു നല്ലൊരു വാച്ച് ആയിരുന്നത്. ബട്ട് അത് ഡിസ്കണ്ടിന്യൂഡ് ആയി. അപ്പോൾ ഒരു ഹാക്കർ കമ്മ്യൂണിറ്റിയിൽ അതിന് കുറച്ചൊരു വൈബ് ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര ഹാക്കബിൾ ആയിരുന്നു. അതിൻ്റെ കോഡൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനകത്ത് ബേസിക്കലി ലൈക്ക് ഒരു ആപ്പ് ഉണ്ടാക്കി കോൾ ബസ്. അപ്പോൾ അപ്പോൾ എൻ്റെ സോഴ്സ് കോഡൊക്കെ ഗിറ്റ്ഹബിൽ ഇപ്പോഴും ഉണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വർക്ക്സ് നൗ. ബട്ട് ബേസിക്കലി ഞാൻ നിന്ന സിറ്റിയുടെ ട്രാൻസിറ്റ് സിസ്റ്റത്തിന് അവർക്കൊരു പബ്ലിക് API ഉണ്ട്. അവർ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ബോർഡുകൾ ഇട്ടിട്ടുണ്ട്, ബസ് എപ്പോഴാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ ആ API ആക്ച്വലി അത്യാവശ്യം സോളിഡ് ആണ്. പിന്നെ ഗൂഗിൾ മാപ്സിന് ട്രാൻസിറ്റ് ഇൻഫർമേഷൻ്റെ ഒരു API ഉണ്ട്. ഒരു കോൺസ്റ്റ് API ആണ്, gRPC ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുന്നത്. ബട്ട് അതിൽ നിന്ന് നമുക്ക് ലൈക്ക് ബസ് സ്റ്റോപ്സ് എവിടെയാണ്, ബസ് റൗട്ട്സ് എങ്ങനെയൊക്കെയാന്ന് ഗൂഗിളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഈ രണ്ട് APIs വെച്ചിട്ട് ഐ മെയ്ഡ് ദിസ് വാച്ച് ആപ്പ് വേർ ലൈക്ക് വാച്ച് ആപ്പിൽ ഞാൻ ലൈക്ക് ആ വാച്ചിന് ടച്ച് സ്ക്രീൻ ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് 4 buttons. അപ്പം ഞാൻ ആ ബട്ടൺ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആക്ഷൻസ് നടക്കും. അപ്പോൾ എനിക്ക് ഗ്ലൗസ് ഇട്ടിട്ടും അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് ബേസിക്കലി അതിനകത്ത് ഓൺ ചെയ്തിട്ട് ബസ് വെച്ചിട്ട് എനിക്ക് ഏതാണ് അടുത്ത സ്റ്റോപ്പ് നോക്കാം. അപ്പോൾ എനിക്ക് യൂഷ്വലി ആ സമയം ബസ് നമ്പേഴ്സ് അറിയായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ ഏത് ബസ് നമ്പറാണ് ഏത് റൗട്ടാണ് വേണ്ടതെന്ന് ഞാൻ നോക്കിയിട്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പ് ഏതാണെന്ന് അത് കാണിക്കും. എന്നിട്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ അടുത്ത ബസ് എപ്പോൾ വരും, എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് കാണിക്കും. എന്നിട്ട് ഐ ഓൾസോ ഹാഡ് ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഐ ഓൾസോ ഹാഡ് എ ഓപ്ഷൻ വേർ ഇറ്റ്സ് ലൈക്ക് എ കോമ്പസ്. സോ ലൈക്ക് അതിനകത്തൊരു ആരോ പോലെ കാണിക്കും. So think of it like just a normal arrow, and that it points to the bus stop in the location. GPS ഉപയോഗിച്ചിട്ട് അത് വർക്ക്. How old were you when you built this? 19 I think. Yeah, so ഞാൻ കാനഡയിൽ വന്ന സമയമായിരുന്നു. So when I was doing my bachelor's basically. So ആ ഒരു സമയം അപ്പോഴത്തേക്കാണ് like that was like purely out of utility. So ഇപ്പൊ ഇതിനു വേണ്ടി like you kind of like ഈ പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് you studied how to build this? No, I mean I knew how to build that, but so like എൻ്റെ കുറച്ചും കൂടെ ഒരു ഫൗണ്ടേഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സോ ലൈക്ക് എൻ്റെ ഒരു CS ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ടീമിലുള്ള ഒരു ആൾക്കാരെന്ന് വെച്ചാൽ എന്നെക്കാളും പ്രായമുള്ള ആൾക്കാരാണ് എൻ്റെ ടീമിലുള്ളത്. I work there. സോ അതിനകത്തൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ എൻ്റെ അതിനകത്തൊരു എബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ ടെൽ പീപ്പിൾ ലൈക്ക് ഓക്കെ ഇഫ് യു ഗോ ദിസ് പാത്ത് ഐ നോ വേർ യു ഗോയിങ് ടു എൻഡ് അപ്പ്. അതിൻ്റെ അത് പ്രശ്നമാണ്. സോ അപ്പോൾ അങ്ങനെ വരുന്ന കാരണം ലൈക്ക് യൂഷ്വലി എനിക്ക് ഒരു സെക്ഷനിൽ എക്സ്പെർട്ടീസ് ഉണ്ടാവണമെന്നില്ല. ഐ ജസ്റ്റ് ഹാവ് എ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ തിങ്സ് വർക്ക് ദാറ്റ് എനിക്ക് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ലൈക്ക് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ജനറൽ തീസിസ് അങ്ങനെയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഈ സാധനങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. സോ ബേസിക്കലി അതിൻ്റെ ഡോക്യുമെന്റേഷൻ വായിക്കും. ഐ ഫിഗർ ഔട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. പിന്നെ ഒരു ഹാക്കിംഗ് സെഷൻ പോലെയാണ്. സോ ഐ തിങ്ക് ബസ് ടുക്ക് ഐ തിങ്ക് ദ ഇനീഷ്യൽ തിങ് ടുക്ക് ലൈക്ക് എ day or two to build. It was pretty easy. പിന്നെ like the GPS thing took a little bit time because like a custom drawing ഒക്കെ ചെയ്യാനായിട്ട് ഇത്തിരി പാടായിരുന്നു. But that took like 3-4 days ish.
അത് പിന്നീടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ വെച്ചു. സോ so coming back to the whole thing, like the maker mindset, like എൻ്റെ ഒരു ഫിലോസഫിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ I try to solve my problems and എനിക്ക് എൻ്റെ നോളജ് വെച്ചിട്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. Then usually like other people come to me with certain problems, അത് ഞാൻ as much as possible solve ചെയ്യാൻ നോക്കും. Like that's kind of the superpower I get by knowing how to speak the language of computers basically, right? So അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് യൂഷ്വലി അങ്ങനെയാണ്, ലൈക്ക് സോൾവ് പീപ്പിൾസ് പ്രോബ്ലംസ് ആൻഡ് ഇഫ് ഐ സോൾവ് ഇനഫ് പീപ്പിൾസ് പ്രോബ്ലംസ് പ്രോഫിറ്റ് (?) എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എൻ്റെ. പ്രോബ്ലംസ് ഫസ്റ്റ് ദെൻ പ്രോഫിറ്റ്സ് ആൻഡ് എവരിതിങ്. സോ ആ ഒരു മൈൻഡ് സെറ്റിലാണ് യൂഷ്വലി ദാറ്റ്സ് ദ കേസ്. ഇപ്പോൾ ഹൗസ് കോച്ചിന്റെ കേസിലാണെങ്കിലും ദ പ്രോജക്ട് ഇറ്റ്സെൽഫ് ലൈക്ക് സ്റ്റാർട്ടഡ് ആസ് ലൈക്ക് ഓക്കെ ലിയാസിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. I think if you have a really good problem and if other people have that same problem, so അങ്ങനെ റെസൊണേറ്റ് make something people want. അതെ സോ ബേസിക്കലി ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ഞാൻ യൂഷ്വലി വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓക്കെ എനിക്കൊരു ലൈക്ക് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എനിക്കൊരു കമ്പനി ബിൽഡ് ചെയ്യണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലല്ല. യൂഷ്വലി ഇറ്റ്സ് ലൈക്ക് റിയലി സംതിങ് വെരി സ്മോൾ പെറ്റ് പീവ്. ആ പെറ്റ് പീവിൽ നിന്നാണ് പിന്നെ ലൈക്ക് ഓക്കെ ദിസ് ആക്ച്വലി ഡൂയിങ് സംതിങ് യൂസ്ഫുൾ, ഓക്കെ ഇത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് ഇത് ഇവോൾവ് ആവുന്നത് യൂഷ്വലി. That's my kind of vibe. Really interesting story. I think Govind, I think your approach is mostly like top down. Do you want to share? I just want to get something done and I don't care how I do it. ആളെടുത്ത് ചെയ്യണമെങ്കിൽ ആളെടുത്ത് ചെയ്യും, ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും. And most often it's a skill issue actually. Communication skill അത്ര ഇല്ലാത്തത് കാരണം I couldn't convey half the stuff I have in my mind. ഇതിനൊരു ഒരു വേഗ് ഐഡിയ ഉള്ളത്, I want to get this, then this. ഒരു ക്ലൗഡി ഇമേജ് എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എന്താ ബിൽഡ് ചെയ്യുന്നതെന്ന്. ബട്ട് ഐ വാണ്ട് ടു ഗെറ്റ് സംതിങ് ഡൺ, XYZ ഡൺ. അപ്പോൾ ഇത് ചെയ്യാൻ ഐ വിൽ ബി ലൈക്ക് ഓക്കെ വാട്ട് ഡു ഐ ഹാവ് ഹിയർ, ഓക്കെ ദിസ് ഇസ് ദെയർ. ഞാൻ അത് കോപ്പി പേസ്റ്റ് ഇതെല്ലാം ചെയ്യാൻ നോക്കും. ഓപ്പൺ സോഴ്സ് കോഡ് കുത്തി തുറക്കും, റൺ ചെയ്യാൻ നോക്കും, നടക്കത്തില്ല. ദെൻ ഐ ആം ലൈക്ക് വാട്ട് ഇസ് ഫെയിലിംഗ്. അപ്പോൾ അപ്പോഴായിരിക്കും അറിയുന്നത് ഓക്കെ ദിസ് ടെക്നോളജി എക്സിസ്റ്റ് എന്നാൽ അതിനെക്കുറിച്ച് പഠിക്കും. കുറേ കഴിയുമ്പോൾ അതിനടിയിൽ എന്താണെന്ന് നോക്കും, ഇത് പൊട്ടുമ്പോൾ അടിയിൽ പോവും. അങ്ങനെ ആഫ്റ്റർ എ പോയിന്റ് കുറേ എക്സ്പെരിമെൻറ്റ് കഴിയുമ്പോഴത്തേക്കും യു വിൽ ബി ലൈക്ക് അറ്റ് ദ ഡീപ്പസ്റ്റ് ലെവൽ ലേണിംഗ് മാത്ത്. ഞാൻ അങ്ങനെയാണ് എനിക്ക് ഐ വാണ്ടഡ് ടു ഡു ഇമേജ് ജനറേഷൻ. കുറേ കഴിയുമ്പോൾ ഇമേജ് ജനറേഷനിൽ പ്രോംപ്റ്റ് ചെയ്ത് എനിക്ക് മടുത്തു തുടങ്ങി. പ്രോംപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പ്രോംപ്റ്റ് ഓട്ടോമേറ്റ് ചെയ്യണം. അന്ന് LLMs അങ്ങനെ വലുതായിട്ടില്ല, അതും എനിക്ക് നല്ല ഫൈൻ കൺട്രോൾ ഇല്ല. ഇപ്പോൾ LLMs ട്രെയിൻ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് മലയാളം അതിനകത്ത് ചെയ്യണം. മലയാളം ചെയ്യണമെങ്കിൽ സാധാ ഉള്ള API കോൾ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാത്ത് പഠിക്കണം. ബൈ ദ വേ ഐ ഹേറ്റ് അങ്ങനെ അത്ര മാത്ത് മാത്രം ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ബട്ട് ദെൻ പഠിച്ച എല്ലാ സാധനവും എനിക്ക് പിന്നെ ഉപയോഗിക്കേണ്ടി വന്നു. ദാറ്റ്സ് ഹൗ ഐ ഗോ ഫൗണ്ടേഷൻ. അങ്ങനെ ഫൗണ്ടേഷൻ പഠിച്ചു തുടങ്ങുന്നില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ലൈക്ക് ബോത്ത് അപ്രോച്ചസ്. എനിക്ക് പേഴ്സണലി ബോട്ടം അപ്പ് പറ്റത്തില്ല, കാരണം ഇറ്റ് ഡസൻറ്റ് ഗെറ്റ് മീ ദാറ്റ് ഫീഡ്ബാക്ക് ലൂപ്പ്. എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി അപ്പം തന്നെ റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ ഇറ്റ് ജസ്റ്റ് ഫ്രസ്ട്രേറ്റ്സ് മീ. എനിക്ക് തോന്നുന്നു കുറേ മേക്കേഴ്സും അങ്ങനെ ഹാക്ക് ചെയ്ത് പഠിച്ച എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ദേ നീഡ് ഫീഡ്ബാക്ക് ലൂപ്സ്. ഞാൻ ഫീഡ്ബാക്ക് ലൂപ്പ് ചെയ്താണ് പഠിച്ചത്. പിന്നെ സംതിങ് എൽസ് ഇസ് ദെർ വാസ് നോ വൺ ഗോൾ. ഐ ഡിഡ് റാൻഡം സ്റ്റഫ്. ഐ ഗോട്ട് ഇൻ ടു കമ്പ്യൂട്ടേഴ്സ് ബിക്കോസ് മൈ ഡാഡ് വുഡൻറ്റ് ലെറ്റ് മീ ബൈ എ ഗെയിം, സോ ഐ ഹാഡ് ടു പൈറേറ്റ് ഇറ്റ്. ബട്ട് ദാറ്റ് ഇസ് ലൈക്ക് ഏർലി ഡേയ്സ്. റഷ്യൻ ഫോംസ് മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് ഈവൻ നോ ദ ലാംഗ്വേജ്. റാൻഡം ബട്ടൺ ക്ലിക്സ്, കമ്പ്യൂട്ടർ ഡൈസ്. അടുത്ത ദിവസം ലൈക്ക് ഈവനിങ് വരും, അതിന് ഫിക്സ് ഇറ്റ് എങ്ങനെയെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ കുത്തിപ്പിടിച്ച് എങ്ങനെയെങ്കിലൊക്കെ വേറെ ഏതെങ്കിലും സ്പെയർ ലാപ്ടോപ്പ് എടുക്കും, സെർച്ച് ചെയ്യും. ഐ നീഡ് ടു ഗെറ്റ് ദിസ് തിങ് റണ്ണിങ്, ടൈം ഇസ് ടിക്കിങ് 5 hours. അങ്ങനെ ലൈക്ക് ഇംപ്രവൈസ്, അഡാപ്റ്റ്. ദാറ്റ്സ് ഹൗ ഐ ലേൺഡ് എവറിത്തിങ്. ദെൻ നൗ വി ഹാവ് AI, ബെസ്റ്റ് ടൂൾ കിറ്റ്. ഓൾസോ സംതിങ് എൽസ് ഇസ് ഐ എം നോട്ട് ആ സമയത്ത് ഐ എം എ ട്രെൻഡ് ചേസർ. ഐ വിൽ ഓൾവേസ് സേ ദാറ്റ് ഐ എം നോട്ട് someone who's into computers because computers ഭയങ്കര എന്തോന്നോ. I like computers, പക്ഷേ I like the capability that it brings rather than what it actually എന്തോന്നാ അടിയിൽ എന്താ നടക്കുന്നത് എന്നതിനെ കാട്ടിയും I just like the possibilities that it brings. ഞാൻ അങ്ങനെ തുടങ്ങിയതാണെന്നേ പറയൂ. റൈറ്റ് നൗ ഐ ആം വെരി വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ ഇറ്റ് ഫൗണ്ടേഷനലി വർക്ക്സ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്ക് ചെയ്യുക. ബട്ട് I was not originally a first principles guy. I think a lot of makers actually evolved like this. I think everyone got into that first principles thinking. പിന്നെ അവസാനം eventually you need to have that thinking, but there are many ways you reach that. അവസാനം എന്താണ് എന്തായാലും people reach a founder mindset where people wanna
like have this done. കുറെ കഴിയുമ്പോഴത്തേക്കും ടെക്നിക്കൽ സ്കിൽസ്, when you want to build something huge, technical skills dwarf away, and then you gotta figure out how to make people do your stuff. Delegation. Oh my god. And the hardest problem is then figuring out the right fit of people. അങ്ങനെ ഇപ്പൊ മേക്കർ മൈൻഡ് സെറ്റ്, എനിക്ക് മേക്കർ മൈൻഡ് സെറ്റ് വാസ് building stuff, getting results. I don't care what I need to learn about it, and sit and grind through it. Discipline is also a very important factor. One thing I found is കുറെ ആൾക്കാർ, it's like ADHD kind of folks ആണ് ഈ എല്ലാ ബിൽഡേഴ്സും. എനിക്കൊരു കോർ തിസിസ് ഉണ്ട്, we just forgot to sit and learn. Like people more like learn by doing. Learn by doing എന്ന് വെച്ചാൽ, okay, this is going to stray a bit, but something is, I found gifted kids in the society ലേബിൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. There are no gifted kids, there are only special needs kids. എല്ലാവരും സ്പെഷ്യൽ നീഡ്സ് ആണ്. വൺ തിങ് ഐ ഫൗണ്ട് is kids പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇസ് ദ ബിഗസ്റ്റ് എക്സാമ്പിൾ. സം പീപ്പിൾ ജസ്റ്റ് ആർ ലൈക്ക്, ഓക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം, ഓക്കെ ഐ വിൽ സിറ്റ് ആൻഡ് ലേൺ. ചില ആൾക്കാർ എങ്ങനെയും ഉടായ്പ വഴിയിൽ എന്തെങ്കിലും ട്രിക്സ് ഒക്കെ കണ്ടുപിടിച്ച് കാണും, മൾട്ടിപ്ലിക്കേഷൻ ഒരു ഇൻറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ദാറ്റ് ഇൻറ്റ്യൂഷൻ ഡസൻ ഹെൽപ്പ് ഏർലി ഡേയ്സിൽ. ബട്ട് യാ, ദേ ജസ്റ്റ് സ്ട്രഗിൾ ബൈ എങ്ങനെയും. ചില ആൾക്കാർക്ക് സ്ട്രോങ് ഇൻറ്റ്യൂഷൻ ഉണ്ട്, കുറേ ആൾക്കാർ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും. അപ്പോൾ മാത്ത് ഭയങ്കര ഇൻറ്റ്യൂഷൻ എന്ന് വെച്ച് പോകുന്ന ആൾക്കാർക്ക് 7th ക്ലാസ് വരെ ഒരു പാടും കാണത്തില്ല. ദ ലൈക്ക് ഈസി, ദെയർ ക്ലാസ്സസ് ആർ ഈസി, എവറിത്തിങ് ഈസ് ഈസി. 7th കഴിയുമ്പോഴത്തേക്കും 7th 8th ഒക്കെ ആകുമ്പോഴത്തേക്കും റോട്ട് ലേണിംഗ് ആവശ്യം വരും. വേർ യു നീഡ് ടു നോ ഓൾ ദീസ് ലോസ് എന്നാണ് ബിൽഡ് ചെയ്യേണ്ട എല്ലാ സാധനവും. ഇറ്റ്സ് സ്ട്രക്ചേർഡ്. അപ്പോൾ ഈ ക്രിയേറ്റീവ് ഇൻറ്റ്യൂഷൻ വെച്ച് ഓടിയവന് 8th ക്ലാസ് ആകുമ്പോഴത്തേക്കും ഒന്നും നടക്കണില്ല. They literally did not learn how to sit at one place for like 5 hours, learn a skill that they don't have, or by heart whatever means that is. But later on, the skill they have is bhayangara strong intuition but no discipline. And chela makers like realize that they have bhayangara massive intuition, they just don't have that discipline. പിന്നെ ഒരു ഗ്രൈൻഡ് മൈൻഡ് സെറ്റിലങ്ങ് ഇറങ്ങി. ദേ ജസ്റ്റ് ഫിഗർ ഔട്ട്, ഇതാണ് അവരുടെ പ്രോബ്ലം. ഇഫ് ദേ ഹാവ് ദ ഡിസിപ്ലിൻ ടു ഗെറ്റ് തിങ്സ് ഡൺ, ഇത്ര അവേഴ്സിനകത്ത് they'll get anything done. But it's so hard. How do you, I tried that. ഞാൻ ചെറിയൊരു ഹാക്കർ ഹൗസ് എക്സ്പെരിമെൻറ്റ് റൺ ചെയ്തായിരുന്നു. വേർ ഐ വേക്ക് അപ്പ് അറ്റ് 3 and the first thing I do is go to computer. Straight to computer. കാരണം ആൻഡ്ര കാർപ്പത്തി ഇത് പറഞ്ഞിട്ടുണ്ട്, ഫോൺ രാവിലെ എടുത്ത് വർക്ക് മെയിൽസ് ഒന്നും നോക്കത്തില്ല. 1-2 hours നത്തിങ്, പ്യുവർ വർക്ക്. Focus on. Yeah, like your brain is so fresh. New ideas വന്നിട്ടുണ്ട്, and you probably dreamt the solution in your dream. അതിങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ 3 to 8 AM ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കും. ഗ്രാബ് ബ്രേക്ക്ഫാസ്റ്റ്, എന്നിട്ട് 9-10 ആകുമ്പോൾ പിന്നെ ഇരിക്കും till like 6 PM. 6 PM എന്തെങ്കിലും ഡിസ്കഷൻ ഓർ സംതിങ്, ഹാവ് ഡിന്നർ, പിന്നെ അടുത്ത 11 മണി വരെ പണിയെടുക്കും. This is not sustainable, by the way. You could do this for a week or 2 and then burn out. I think everyone here has the problem. Yeah, I think Mufid എന്നല്ല അവന്റെ വർക്കിംഗ് സ്റ്റൈൽ I think കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു മാതിരി ഒരു സ്പ്രിന്റ് സ്റ്റൈലാണ്. ഇനവേ സ്പ്രിന്റ് എന്ന് വെച്ചാൽ കുറച്ച് ദിവസം ലൈക്ക് പീക്ക് പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, ദെൻ ലൈക്ക് ഫോളോയിങ് ഡേയ്സിൽ ഇച്ചിരി ഡൗൺ ആയിരിക്കും, ദെൻ അഗെയിൻ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഹാർട്ട് ബീറ്റ് കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ ആ രീതിയിലാണ് എൻ്റെ പ്രൊഡക്ടിവിറ്റി പോകാറ്. ലൈക്ക് ഓരോരുത്തർക്ക് ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. അപ്പോൾ എൻ്റെ കേസ് ചെയ്യാൻ ഒരു ന്യൂ ഷൈനി തിങ് കാണുന്ന സമയത്ത് അതിലേക്ക് ചാടി ഇറങ്ങും. ഒരു 3-4 days അതിലേക്ക് ഒബ്സസ് ചെയ്തിരിക്കും. ഇറ്റ് വുഡ് ടേൺ ഔട്ട് ടു ബി സംതിങ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇനവേ കൈൻഡ് ഓഫ് എപ്പിസോഡ്സ് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ അങ്ങനെയാണ് ദേവികയൊക്കെ ഉണ്ടാക്കിയത്. ദേവിക ഇസ് എ സോഫ്റ്റ്വെയർ ബൈ ദ വേ ഫോർ കോണ്ടെക്സ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു ലൈക്ക് ഒരു ന്യൂ ഷൈനി തിങ്, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ കേസിലാണെങ്കിലും ഞങ്ങളിപ്പോൾ ഡീപ് ടെക് കമ്പനിയാണ്. അപ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം വരുന്ന സമയത്ത് അതിലേക്ക് ഒബ്സസ് ചെയ്തിരിക്കും. ദെൻ ലൈക്ക് ഭയങ്കര ബോറിംഗ് പരിപാടികൾ, ബോയിലർ പ്ലേറ്റ് എഴുതുക അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക, അങ്ങനെ സാധനം വരുമ്പോൾ സമയത്ത് പ്രൊഡക്ടിവിറ്റി കുറച്ച് ഡ്രോപ്പ് ആവും. ഐ മീൻ ലൈക്ക് ഇൻട്രസ്റ്റിംഗ് സംഭവത്തിലല്ലേ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് എൻ്റെ പ്രൊഡക്ടിവിറ്റി ആകെ ഒരു സ്പ്രിന്റ് സ്റ്റൈലാണ്, ലൈക്ക് പീക്ക് പ്രൊഡക്ടിവിറ്റി ദെൻ വുഡ് ഗോ ഡൗൺ റിപ്പീറ്റ്. അപ്പോൾ എൻ്റെ മേക്കർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു മേക്കർ അല്ലായിരുന്നു. കാരണം പൊട്ടിക്കുന്ന പരിപാടിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ ഷോർട്ട് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിനിമലിസ്റ്റ് എന്നിട്ടൊരു ഗെയിം കണ്ടു. അപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഹാക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ലൈക്ക് ഐ സോ ലൈക്ക് ഓക്കെ മോഡേൺ വെർഷൻസ് ഉണ്ട്, ഇങ്ങനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയും, അതെങ്ങനെ ചെയ്യുമെന്ന് പഠിച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ കോഡിങ്ങിലേക്ക് എത്തി. ഇത് ആൾക്കാർ ഒരു ജീവിതമാർഗ്ഗമായിട്ട് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞത്. ഇറ്റ് വാസ് ഫൺ. ലൈക്ക് ഐ തോട്ട് ഇറ്റ് വാസ് ലൈക്ക് എ പസിൽ കൈൻഡ് ഓഫ് തിങ്.
അപ്പോൾ അതിലേക്ക് അങ്ങനെ ഒബ്സസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ് തിങ്സ്. കാരണം ഈ ഉണ്ടാക്കുന്ന മോഡ്സ്, ഈ മിനിമലിസ്റ്റ് മോഡ്സ് ഞാൻ ആൾക്കാരിലേക്ക് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ബ്ലോഗ് ഉണ്ടാക്കാൻ തുടങ്ങി. അന്ന് blogspot.blogger.com എന്നൊരു പ്ലാറ്റ്ഫോം ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അതിലായിരുന്നു ഞാൻ ബ്ലോഗ്സ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് HTML ടെംപ്ലേറ്റ്സ് ഒക്കെ പഠിക്കേണ്ടി വന്നു. പിന്നെ ലൈക്ക് SEO കൈൻഡ് ഓഫ് തിങ്, ഡിസ്ട്രിബ്യൂഷൻ സൈഡ് ഓഫ് തിങ്സ്. പിന്നെ അതിനൊരു ആപ്പ് ഉണ്ടാക്കി. ഞാൻ എൻ്റെ ബ്ലോഗിൻ്റെ കമ്മ്യൂണിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു ആപ്പൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ലൈക്ക് മലയാളം മിനിമലിസ്റ്റ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഇഫ് എനിവൺ ഹാവ് പ്ലേഡ് അത് ഞാൻ ഉണ്ടാക്കിയതാണ്. സോ അങ്ങനെ ലൈക്ക് ഡിഫറെൻറ്റ് മോഡ്സ് ലൈക്ക് ആ സമയത്ത് ലൈക്ക് 3-4 മലയാളം മിനിമലിസ്റ്റ് മോഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ലൈക്ക് ഓക്കെ, അപ്പോൾ വേറെ ആൾക്കാരുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ ഇങ്ങനെ ഒരു ബിഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, ലൈക്ക് മേക്കേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആപ്പ് ഡെവലപ്മെന്റ്, വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, വെബ് ഡിസൈനിങ് കോമ്പറ്റീഷനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇതിൽ ലൈക്ക് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നൊരു ഇൻഡസ്ട്രിയിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ്ലി പിന്നെ ഫോഴ്സിലേക്ക് വന്നു. അപ്പോൾ ലൈക്ക് ഞാൻ എന്തൊരു സംഭവം ഉണ്ടാക്കിയാലും എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും. അത് ഞാൻ ഗിറ്റബിലായിട്ട് ഇടും. MIT ലൈസൻസ് ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ലൈക്ക് ബിൻസോർ, മൂൺമോക്ക് അങ്ങനെ കുറേ ഗിറ്റബിൽ കുറേ പ്രോജക്ട്സ് ഒക്കെ ഇടും, ആരെങ്കിലൊക്കെ യൂസ് ചെയ്യും. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ദെൻ ഐ ഡിഡ് ലൈക്ക് കൺസൾട്ടിങ് ആൻഡ് സ്റ്റഫ്. ദെൻ ഐ റിയലൈസ്ഡ് ഓക്കെ ഈ മേക്കർ മൈൻഡ് സെറ്റ് ഞാൻ എനിക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നേരത്തെ ആൻഡ്രി പറഞ്ഞ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, ദാറ്റ്സ് ഫൈൻ. ബട്ട് സംടൈംസ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കുറച്ചും കൂടി ബിഗർ സ്കെയിലാണ്. അതായത് ഞാൻ മാത്രമല്ല ലൈക്ക് മില്യൻസ് ഓഫ് പീപ്പിൾ ഈ സെയിം പ്രോബ്ലം സോൾവ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. സോ അതിലെ മെയിൻ ഇക്വേഷൻ വന്നത് ഡിസ്ട്രിബ്യൂഷനാണ്. ഞാൻ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല, ഞാൻ അത് പുറമേ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ കാണുള്ളൂ, ആൾക്കാർ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ മേക്കർ മൈൻഡ് സെറ്റ് ഞാൻ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഏത് ടെക്സ്റ്റാക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കും, ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തി. അങ്ങനെയായിരുന്നു ഞാൻ ലൈക്ക് ഒരു ആദ്യം മുതലേ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ലൈക്ക് ഇൻ ദ ടെക് ഫീൽഡ്. അപ്പോൾ അത് രണ്ടും കമ്പൈൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഓക്കെ ദാറ്റ്സ് കോൾഡ് എ പ്രൊഡക്റ്റ് കമ്പനി. അപ്പോൾ അങ്ങനെയാണ് ആസറസ് എന്നുള്ള ഐഡിയയിലേക്ക് വന്നത്. ലൈക്ക് ഐ ഹാവ് ബീൻ ഡൂയിങ് ദിസ് വർക്ക് ഫോർ എ ലോങ് ടൈം. ലൈക്ക് ഞാൻ ലൈക്ക് ഇപ്പോൾ ബാങ്ക്സ് അതേപോലെ അങ്ങനെയുള്ള ക്ലയൻസിന് ലൈക്ക് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, സോ ലിമിനൽ സ്റ്റാർട്ട് ചെയ്തത് ലൈക്ക് വാസ് ലൈക്ക് എ ഫൺ കൺസൾട്ടിംഗ് കമ്പനി. അപ്പോൾ ബേസിക്കലി പ്രോബ്ലം സോൾവിംഗ് വാസ് എ ഹോൾ കൺസെപ്റ്റ്. അപ്പോൾ കമ്പനീസ് റീച്ച് ഔട്ട് ചെയ്യും, അവർക്ക് ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ലൈക്ക് സംടൈംസ് ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് എൻ ആപ്പ്, അല്ലെങ്കിൽ ലൈക്ക് പെൻ ടെസ്റ്റിംഗ്, ഓഡിറ്റിംഗ്, ലൈക്ക് ഹാക്കിംഗ് ബേസിക്കലി, ബട്ട് ലീഗലി. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഐ ഡിസൈഡഡ് ഓക്കെ എൻ്റെ ഈ പണി മാറ്റണം, ഐ ക്യാൻ മേക്ക് മൈസെൽഫ് ഇൻ ടു എ പ്രൊഡക്റ്റ്. അങ്ങനെയാണ് ആസറിസ്ക് ലൈക്ക് വാസ് ബോൺ. അപ്പോൾ എൻ്റെ കോഫൗണ്ടേഴ്സ് ഞങ്ങളെല്ലാവരും കൂടെ ആസറിസ്കിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ആൻഡ് ലൈക്ക് ഇറ്റ് ഈസ് ബീങ് യൂസ് ബൈ കസ്റ്റമേഴ്സ്, റൈറ്റ്? അപ്പോൾ ആ മേക്കർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഇറ്റ് ഈസ് ട്രൂ, എനിക്ക് ആ ഒരു മേക്കിംഗ് ആ ഒരു പാർട്ടാണ് എനിക്ക് ആക്ച്വലി എൻജോയബിൾ ആയിട്ടുള്ള പാർട്ട്. ബട്ട് യു ക്യാൻ ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ട് ദാറ്റ് ടു, റൈറ്റ്? അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും, ബിക്കോസ് ദേ ഡോണ്ട് നോ ഹൗ ടു കോഡ്, സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ളവരാണല്ലോ ഈ ആപ്പൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ഇൻ എ ക്ലിക്ക് ഓഫ് ബട്ടൺ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ സെയിം പ്രോബ്ലം അവർക്ക് സോൾവ് ആയി കൊടുക്കാം, സിംപ്ലി ബിക്കോസ് ഐ വാസ് ദ ഓൺലി വൺ ഹൂ മേക്കിംഗ് ഇറ്റ്, റൈറ്റ്? അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ ഒരു ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ഒരു കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഐ ഹാവ് ടു മേക്ക് ലൈക്ക് 10,000 കോപ്പീസ് ഓഫ് ദം ഫോർ പീപ്പിൾ ടു യൂസ് ഇറ്റ്. സോ സോഫ്റ്റ്വെയർ ആണ് സമയത്ത് എനിക്ക് ഒരു ക്ലോൺ ഉണ്ടാക്കിയാൽ മതി, പീപ്പിൾ ക്യാൻ ജസ്റ്റ് ഫോർക്ക് ഇറ്റ്, or people can install it, like millions of people can use the same exact copy. Like our beauty, I leave it like that. അങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റ് മേക്കർ മൈൻഡ് സെറ്റിലേക്ക് വന്നത്. ഐ തിങ്ക് ഇതിൽ തന്നെ കുറേ ടോപ്പിക്സ് നമുക്ക് സെപ്പറേറ്റ് പോഡ്കാസ്റ്റിനുണ്ട്, ലൈക്ക് ഡിസ്ട്രിബ്യൂഷൻ, ലൈക്ക് ഐ തിങ്ക് ഫോഴ്സ്, ഐ തിങ്ക് ഇറ്റ് സെൽഫ് ഈസ് എ ടോപ്പിക് ഐ തിങ്ക് വി ഷുഡ് എക്സ്പ്ലോർ മോർ. ആക്ച്വലി ഇപ്പോൾ പറഞ്ഞിട്ട് ചെറിയ there was an online debate going on. Adobe-ന്റെ കേസിൽ Adobe has been charging exorbitantly high charges, and people are like, it's just copy, man, it's just a copy, why are you charging an entire lifetime for it? That's an interesting conversation. Interesting, yeah. So എനിക്കിപ്പം ഐ തിങ്ക് നിങ്ങൾ മൂന്നുമല്ല, ഐ തിങ്ക് വൺ കോമൺ തിങ് ഈസ് ആക്ച്വലി എഞ്ചിനീയറിങ്. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ കർസർ അല്ലെങ്കിൽ ബോൾട്ട് ഒക്കെ ഉള്ള ടൂൾസ് ഉള്ള കാരണം ഐ തിങ്ക് ബിൽഡിംഗ് തിങ്സ് ആർ കൈൻഡ് ഓഫ് ലൈക്ക് ദ ബാരിയർ ടു ബിൽഡിംഗ് തിങ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഡിക്രീസ്ഡ് അ ലോട്ട്. അപ്പം നിങ്ങളുടെ ലൈക്ക് വാട്ട് ഡു യു സീ ലൈക്ക് ഇപ്പോൾ AI ഇൻ എഞ്ചിനീയറിംഗ് വർക്ക് പ്ലേസസ്, ലൈക്ക് ഹൗ ഡു യു സീ ദാറ്റ് ഗോയിങ്? സോ എനിക്ക് ഐ തിങ്ക് AI is actually ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടെ വി ഹാഡ് ലൈക്ക് എൻ ആഫ്റ്റർനൂൺ ഡിസ്കഷൻ. അപ്പോൾ ആ സമയത്ത് വന്നൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ് ലൈക്ക് വാട്ട് വിൽ ഹാപ്പൻ വിത്ത് ഓൾ ഓഫ് ദിസ് AI തിങ്സ് ഹാപ്പനിങ്, ലൈക്ക് ജോബ്സിൻ്റെ കാര്യത്തിൽ. സോ വൺ ഇൻട്രസ്റ്റിംഗ് തിങ് ഐ സെയിൻ, യെസ് കമ്പ്യൂട്ടർ സയൻസിലായി ആക്ച്വലി സീ ലൈക്ക് ഇപ്പോൾ കോഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ബാരിയർ ഇൻക്രീസ് ആവും. സോ ലൈക്ക് ജൂനിയർ പ്രോഗ്രാമേഴ്സിനുള്ള ഒരു യൂസ് കേസ് ബേസിക്കലി ലൈക്ക് ഒരു നീഡ് ആക്ച്വലി കുറച്ച് കുറയും, because generally people will be empowered to actually like do more things, right? അപ്പോൾ നല്ലൊരു എക്സാമ്പിൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, സോ ഞങ്ങളുടെ കോൺവെർസേഷൻ വാസ് ഓൾസോ അറൗണ്ട് ലൈക്ക് ക്രിയേറ്റിവിറ്റി ആൻഡ് AI. അപ്പോൾ ഒരു സൈഡിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് AI മേക്സ് എവറിത്തിങ് വെരി ജനറലിഷ്, സോ ഇറ്റ് ക്യാൻ ലൈക്ക് ഇമിറ്റേറ്റ് സംതിങ് ആൻഡ് മേക്ക് ലൈക്ക് എ കോപ്പി ഓഫ് ഇറ്റ്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് coming up with new ideas or like coming up with something like innovative എന്നുള്ളത് സ്റ്റിൽ നമ്മുടെ ഒരു ഗ്രാസ്പിലുള്ള സാധനമാണ്. ആൻഡ് ഓൾസോ ലൈക്ക് ഇപ്പോൾ AI വന്നപ്പോഴത്തേക്ക് കുറേ സാധനങ്ങൾ ഇപ്പോൾ ജനറേറ്റീവ് AI ആണെങ്കിലും ഒക്കെ ദാറ്റ്സ് ലൈക്ക് വെരി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്, ഒരു സെയിമിനെസ്, ലൈക്ക് ദർ ഇസ് നത്തിങ് ന്യൂ, റൈറ്റ്? ഇറ്റ്സ് ജസ്റ്റ് എ റീക്രിയേഷൻ. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ലൈക്ക് ഇസ് ക്രിയേറ്റിവിറ്റി ഗോയിങ് ടു ബി അഫക്റ്റഡ്? സോ ലൈക്ക് എൻ്റെ അതിനകത്തൊരു ആംഗിൾ ഉണ്ടായിരുന്നത് വാസ് ലൈക്ക് യെസ് ആൻഡ് നോ.
in the sense, again, ഇങ്ങനത്തെ കേസുകളിൽ barrier of entry becomes a little bit more higher. That becomes something. So you have to actually bring something really new into the table, like something worthwhile. So the push for quality increases. I think there's like a lot of clones of other products being out in the market just because of AI. Yeah. It's easy to build. No, but more importantly, I kind of see it as basically like a lot of people. So think about like I am running I am running a restaurant, right? If a restaurant running, let's say one thing will be like my expertise might be in something like restaurant management or like resource management, like food planning, ഇങ്ങനത്തെ sort of കാര്യങ്ങളായിരിക്കും. സോ അവരോട് വന്നിട്ട് അങ്ങനെ ഒരാളോട് വന്നിട്ട് ഒരു മെനു ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I had to actually bring in a graphic artist or something. But like for the most cases, like menu is like a very standard thing. You don't need to actually do it like in a very crazy way. So അങ്ങനത്തെ കേസിൽ this person gets actually empowered by AI to like AI and existing tools like that to like build stuff. Right? പുള്ളിക്കാരൻ്റെ wheel of the അല്ലെങ്കിൽ he can get like a very good baseline that he can start off of, right? At the very least. And അപ്പം ഞാൻ ഇതാണ് കണ്ടത്. ഇപ്പം like I am like in like ഇങ്ങനത്തെ like I don't see like direct fields-ലല്ല വരുന്ന people in other fields utilizing this to kind of like bring together to actually build something as together a world that is much more bigger. ആയിട്ടുള്ള രീതിയിലാണ് I see like a positive impact of AI. Now ഇതിൻ്റെ ഇടയ്ക്ക് I also kind of think like പ്രോഗ്രാമിങ്ങിൻ്റെ ഇടയിൽ so like എൻ്റെ ഒരു കേസിൽ like programming like software development is like for me it's also like an art form, right? So ആ art form-ൽ I do see like people using this as like an escape code. അതിലെനിക്ക് ആകെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ you have to always understand that like this generates something. At the end of the day, like the profession, our art is something we had to think about, right? And like your brain is a muscle in a way, and the only way to actually like exercise that muscle is actually like doing and solving problems. And generally I would say like ipo art format when you rely on this more, you're actually not like learning a lot. You are actually like, you know, there is like a special things you can learn by failing, right? And our experience കിട്ടത്തില്ല. Like a lot of people are risk averse, a lot of people want to get things done now, but ideally like sometimes taking a path off the proper road is actually the way to kind of like actually learn and actually improve. അപ്പോൾ അതൊരു ഇതുണ്ട്. സോ I see like both angles to it. I see it as like an empowering tool, but at the same time like over reliance on it or like moving fully into it is also something you have to think about as like a personal thing. Like if you are supposed to be a programmer and your programming is mostly done by AI, what does that say about you? That becomes kind of like the question. That's kind of like a really cool philosophical plus actual practical advice. I was actually like in last പറഞ്ഞ പോയിന്റ് ഭയങ്കര ഹിറ്റ്സ് ക്ലോസ് ടു ഹോം. ബിക്കോസ് ഞാൻ എനിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ സോൾവ് ചെയ്യണമെന്നും പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത്. എനിക്ക് ഈസി വേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് എങ്ങനെയാ വർക്ക് ചെയ്യുന്ന ഫൗണ്ടേഷൻ ലെവൽ വരെ പോകേണ്ടി വന്നത്. ഞാൻ പഠിച്ച പോലത്തെ ആൾക്കാർ ഇനി കുറെ because you don't need to learn that. You will never have to look അടിയിലത്തെ സാധനം to actually build things out. I don't think you actually need to read documentation right now. Documentation ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ പഠിച്ച പോലെ വന്ന കുറെ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ വെൻ ഐ മീറ്റ് ജൂനിയർസ് ദേ ആർ ലൈക്ക് ഐ ക്യാൻ ബിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദേ ബിൽഡ് ഇറ്റ് ഔട്ട് ആൻഡ് ലൈക്ക് വാട്ട് ഇസ് ദിസ് കാരണം ദേ ഹാവൻ തോട്ട് അബൌട്ട് ഇറ്റ്. ദേ ഡോണ്ട് നോ ഹൗ ദേ കെയിം ടു ദിസ് സൊല്യൂഷൻ. ഇറ്റ് ജസ്റ്റ് ലിറ്ററലി ലുക്സ് സെയിമിഷ്. എല്ലാം ഇറ്റ്സ് എ റിജിറ്റേഷൻ ഓഫ് സംതിങ് ദേ ഡിഡ്. അപ്പോൾ എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ വുഡൻറ്റ് കം ടു ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് തിങ്കിങ് ഈസിലി. I think abstracted layer മാത്രം നിന്ന് ഒരിക്കലും താഴെ പോകത്തില്ല. I did not have abstraction layer. അത് കാരണം ഇങ്ങനെ താഴെ വരെ പോകേണ്ടി വന്നിട്ടുണ്ട്. Many people I think are like that. They only do hard things. Like ഒന്ന് ഹാർഡ് തിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻജിൻ കോൺഫിഗറേഷൻ ആദ്യം ചെയ്തപ്പോഴത്തേക്കും. സോ ഇറ്റ്സ് ലൈക്ക് സെർവർ നമ്മൾ റൂട്ടിങ് ചെയ്യുന്ന ഒരു പരിപാടി. അത് ആദ്യം ചെയ്യുന്നവർ എനിക്ക് ഭയങ്കര ലൈക്ക് ദിസ് ഇസ് ഗോണ ബി റിയലി ടഫ്. ഒരു തവണ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ. ഈ സാധനം പിള്ളേർ ഒരിക്കലും പഠിക്കത്തില്ല ഇനി. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. They are not gonna learn it. And one more thing is senior devs are gonna have a field trip with this because you don't need juniors to
slave away your thing. പിന്നെ കോഡ് ചെയ്യുമ്പോഴത്തേക്കും യു ക്യാൻ നൗ വെൻ യു ബിൽഡ് തിങ്സ് യു ക്യാൻ നൗ വർക്ക് വിത്ത് എൻ അബ്സ്ട്രാക്ട് ലെവൽ ഓഫ് വാട്ട് ഡു യു വാണ്ട്, ഹൗ ഡു യു വാണ്ട് ദ സൊല്യൂഷൻ ടു ലുക്ക് ലൈക്ക്, വാട്ട് ഷുഡ് ദ ആർക്കിടെക്ചർ ബി. ആ ലെവലിൽ കുറേ തോട്ട് പറയേണ്ടി വരും. ബോയിലർ പ്ലേറ്റ്, യു സെഡ് ബോയിലർ പ്ലേറ്റ് ഇസ് സംതിങ് ബോറിംഗ് ഫോർ യു, ലൈക്ക് അവിടെ ആകുമ്പോൾ പ്രൊഡക്റ്റിവിറ്റി പോകും. യു ഡോണ്ട് നീഡ് ടു റൈറ്റ് ബോയിലർ പ്ലേറ്റ്. ആ ബോയിലർ പ്ലേറ്റ് എന്ന സാധനം ഇസ് നൗ വേ ബിഗർ. യു ക്യാൻ റൈറ്റ് എ ഹോൾ കമ്പോണന്റ് വിത്ത് AI and now boilerplate becomes ഭയങ്കര അബ്സ്ട്രാക്റ്റഡ് ആവേ. അത് തൊടേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ കുറേ ബൂത്ത്സ് ഉണ്ടെങ്കിലും ഐ ഡോണ്ട് സീ ഇനി പ്യൂറിസ്റ്റുകൾ, എനിക്ക് തോന്നുന്നു പ്രോഗ്രാമിംഗ് പ്യൂറിസ്റ്റുകൾ മാത്രമേ ഇനി അകത്തോട്ട് വരും. ബാക്കിയുള്ള കുറേ ആൾക്കാർ ബിൽഡേഴ്സ് മാത്രമായിട്ട് ഇങ്ങനെ അടിയിൽ ഒരിക്കലും പോകാതെ ഐ തിങ്ക് വീൽ ഹാവ് എ ഹ്യൂജ് ഗ്യാപ്പ് ഇൻ ദാറ്റ് പഠിച്ചു വരുന്നൊരു സാധനം. ഐ തിങ്ക് എനിക്ക് ഇപ്പോൾ യൂസ് കേസ് ഐ തിങ്ക് ഞാൻ കൂടുതലും ലൈക്ക് ജസ്റ്റ് ഐ ഫൈൻഡ് എ പ്രോബ്ലം ഐ ജസ്റ്റ് ഹാക്ക് സംതിങ് ടുഗദർ വിത്ത് AI. അപ്പം never forced to go there. I mean, it's okay for me because ഞാൻ ബൈ പ്രൊഫഷൻ പ്രോഗ്രാമർ അല്ല, സോ ഇറ്റ്സ് ഈസി ഫോർ മീ ടു ഒരു പ്രോബ്ലം കണ്ടാൽ പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ എനിക്ക് AI വെച്ചിട്ട് പറ്റും. ബട്ട് ദ ഹാർഡ് തിങ് ദാറ്റ് ഐ എം ഫോർസീയിങ് ഇസ് ആക്ച്വലി it's really hard to crack distribution because it's really easy to build products right now. ഇപ്പോൾ കർസർ ഉപയോഗിച്ച് you just give ഒരു bunch of prompts കൊടുത്തു കഴിഞ്ഞാൽ you can actually build something really cool, maybe a full-fledged solution, maybe like 2 to 4 hours. Yeah, the cafe list that I made. Yeah, you made it with Cursor. Yeah, it's like 5 hours കൊണ്ട് I made like a full-blown, actually ഒരു cafe list. ബോൾട്ട് ഉപയോഗിച്ചു, bolt.new എന്ന സാധനം കൊണ്ട് ഒരു UI ഉണ്ടാക്കി കർസറിൽ പോയിട്ട് ഇത് മാറ്റി അത് മാറ്റി ഇത് ഒരു വെബ്സൈറ്റ് ഒരു ഡിസൈൻ വന്നു. ഞാൻ പറഞ്ഞത് Windows 98 ഡിസൈൻ ആക്കാൻ പറഞ്ഞു. ലുക്സ് ലൈക്ക് Windows 98. അത് ചെയ്തു. I was like, how did you do it? I don't know. Yeah, but the problem that I see with all these things is that ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ ഇപ്പോൾ എളുപ്പമായിക്കൊണ്ടിരിക്കും, പക്ഷേ ലൈക്ക് ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കും ബിക്കോസ് ദെയർസ് ലൈക്ക് ലോട്ട് ഓഫ് ഡേറ്റ, കുറേ ഇൻഫർമേഷൻ ഓൺ സോഷ്യൽ മീഡിയ, കുറേ ലോട്ട് ഓഫ് സിമിലർ പ്രോഡക്ട്സ് ഔട്ട് ദെയർ. സോ എനിക്ക് എപ്പോഴും ഒരു ഡൗട്ട് തോന്നുന്നത് എങ്ങനെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ക്രാക്ക് ചെയ്യുന്നതാണ്. അപ്പം ഐ തിങ്ക് മുഫി നീയും ഐ തിങ്ക് കർസർ ഉപയോഗിക്കുന്നവരെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട്സ് യുവർ തോട്ട് ഓൺ ദിസ്? ലൈക്ക് ഇപ്പം ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്, ബട്ട് ഹൗ ഡു യു ആക്ച്വലി ക്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മേ ബി ജസ്റ്റ് സം ടിപ്സ് ഓൺ ഹൗ യു ക്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ആസ്ട്രിക്സ്. സോ മുമ്പത്തെ ടോപ്പിക് ചെയ്യുന്ന സെഗ് ചെയ്ത് വരികയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേഴ്സർ പോലത്തെ ടൂൾസ് യൂസ് ചെയ്തിട്ട് ലൈക്ക് ശരിയാണ് ആപ്സും പ്രോഡക്ട്സ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നത്. കാരണം ഈ AI വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് കസ്റ്റമർ ഞാനായിരിക്കും. സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങൾ മിസ്സായി പോകും. കാരണം ലൈക്ക് AI വുഡ് പ്രൊഡ്യൂസ് കോഡ് ദാറ്റ് ആർ സൂപ്പർ ഇൻസെക്യൂർ. അപ്പോൾ അത് ലൈക്ക് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എസ്പെഷ്യലി സെക്യൂരിറ്റി മാത്രമല്ല, ലൈക്ക് ഇപ്പോൾ കോഡിങ് അത്ര അറിയാത്ത ആൾക്കാർ വരെ ആപ്സ് ഉണ്ടാക്കി തുടങ്ങി. Then they are getting hacked. Like Twitter നോക്കിക്കഴിഞ്ഞാൽ like it is pretty popular. Like you can see that. ഇങ്ങനെ പെട്ടെന്ന് ഷിപ്പ് ഫാസ്റ്റ് ഒക്കെ ചെയ്യുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ലൈക്ക് യു നോ they get hacked. I think that framer actually had a vulnerability. Yeah, I'm referring to that. Yeah. So he made that with AI. അപ്പോൾ ലൈക്ക് സോ അതാണ് അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി ആസ് ലൈക്ക് ഈ AI വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് മേ ബി ഇൻ ദ ഫ്യൂച്ചർ ദിസ് പ്രോബ്ലം ഈസ് സോൾവ്. AI വുഡ് ബി ലൈക്ക് ഗുഡ് ഇനഫ് ടു ക്രിയേറ്റ് സെക്യൂർ കോഡ്. പക്ഷെ ഡാറ്റ സെറ്റിൽ വരുന്നത് വെച്ചാൽ മനുഷ്യന്മാരുണ്ടാക്കിയ ഇൻസെക്യൂർ കോഡാണ്. സോ ബോത്ത് ഓഫ് us are at fault. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ലൈക്ക് ആ ഒരു പാർട്ട് ഉണ്ട്. ശരിയാ, ലൈക്ക് യു ക്യാൻ മേക്ക് പ്രൊഡക്ട്സ് ഫാസ്റ്റ്. അപ്പോൾ അതിന്റെ നെക്സ്റ്റ് പ്രോബ്ലം ആണ് ഡിസ്ട്രിബ്യൂഷൻ, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഈ പറഞ്ഞ പ്രൊഡക്റ്റിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ആർക്ക് വേണമെങ്കിൽ പറയാം, ആർക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ദെൻ യു ക്യാൻ മേക്ക് ദ പ്രൊഡക്റ്റ് ആഫ്റ്റർവേർഡ്സ്. യൂഷ്വലി അങ്ങനെയാണ് കണ്ടുവരുന്നത്. എല്ലാവരും വെയിറ്റ് ലിസ്റ്റ് ഇടാറ്. യു വിൽ ജസ്റ്റ് മേക്ക് ലൈക്ക് എൻ MVP ഓർ ഇവൻ ജസ്റ്റ് എ വെയിറ്റ് ലിസ്റ്റ്. ലൈക്ക് ഒരു ഹോം പേജിനകത്ത് ഒരു വെയിറ്റ് ലിസ്റ്റ് ഇടും. എന്നിട്ട് പറയും ഇന്ന സംഭവങ്ങളുണ്ട്, ഭയങ്കര കാര്യമാണ്, ലൈക്ക് AI വെച്ച് അത് ഇത് എന്നൊക്കെ പറയും. ദെൻ ലൈക്ക് ആഫ്റ്റർ യു കളക്ട് സം കസ്റ്റമേഴ്സ്, ഓക്കെ ഇനി ഇത് ഉണ്ടാക്കണമല്ലോ. സോ ദാറ്റ്സ് ഹൗ ലൈക്ക് that's how startups work. I mean, അങ്ങനെ ഒരു ഐഡിയ വാലിഡേറ്റ് ചെയ്യാൻ ആക്ച്വലി ഭയങ്കര ഹാർഡാണ്. അപ്പോൾ അവിടെയാണ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു കേസ് വരുന്നത്. ഫസ്റ്റ് ആ ഒരു മാർക്കറ്റിന്റെ നോളജ് നന്നായിട്ട് വേണം. ലൈക്ക് ഡു പീപ്പിൾ നീഡ് ദിസ് ആക്ച്വലി? ലൈക്ക് ഒരു സംഭവം ടെക്നിക്കലി ഇംപ്രസീവ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആക്ച്വലി കൊള്ളാം, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു വർക്ക് ഓൺ, ഡസൻറ്റ് മീൻ പീപ്പിൾ വാണ്ട് ദാറ്റ് സ്റ്റഫ്. അപ്പോൾ ആ ഒരു കോംപ്ലക്സിറ്റി നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവൺ സംതിങ് ആസ് സിമ്പിൾ ആസ് ലൈക്ക് ഒരു റെസിപ്പി ആപ്പ് വരെ ആൾക്കാർ പേ ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബിക്കോസ് പീപ്പിൾ നീഡ് ദാറ്റ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ ഒരു 10 പേര് കാണുമോ, ലൈക്ക് ആ ഒരു നിഷായാലും അതിൽ പൈസ കൊടുത്ത ആൾക്കാർ യൂസ് ചെയ്യുമോ? ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റ് അങ്ങനെയാണ് ചിന്തിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമുക്ക് മാർക്കറ്റ് അറിയുന്ന പോലെ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു വേണ്ട ഒരു സംഭവം ഉണ്ടാക്കും. ഞങ്ങളുടെ കേസിൽ ഐ ക്യാൻ ഓൺലി ടോക്ക് അബൌട്ട് മൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കേസിൽ മേ ബി ലൈക്ക് ദേ ക്യാൻ ടോക്ക് അബൌട്ട് എ ലോട്ട് മോർ, ബിക്കോസ് അവരുടെ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഹോപ്സ്കോച്ച് ഒരു ഓപ്പൺ സോഴ്സ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ലൈക്ക് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സ് ആണ്. അപ്പോൾ ഡെവലപ്പേഴ്സ് ഒബ്വിയസ്ലി ഗിറ്റബ് കാണും, ഓപ്പൺ സോഴ്സ് കാണും, ദേ ക്യാൻ സീ ദാറ്റ്. ലൈക്ക് ദർ ഇസ് ലൈക്ക് 64-65K സ്റ്റാർസ് മേ ബി അറ്റ് ദ മൊമെന്റ് ഹോപ്സ്കോച്ചിനുണ്ട്. അപ്പോൾ അത്രയും പോപ്പുലർ ആയിട്ട് ടൂളാണ്, പീപ്പിൾ ക്യാൻ സീ ദാറ്റ് ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ കേസ് ഞങ്ങളൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ല. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന രീതി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ICP എന്ന് വെച്ചാൽ ബാങ്കും അതേപോലെ ഗവൺമെൻറ്റ്സ് ആണ്, പീപ്പിൾ ഹു റിയലി കെയർ അബൌട്ട് സെക്യൂരിറ്റി. അപ്പോൾ അവരേക്ക് റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് റിയലി ഹാർഡ്. കാരണം അവർ അത്രയും വലിയൊരു ബ്യൂറോക്രസി ആയിട്ടുള്ള ഒരു ഹൈ ലെവൽ കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ ഹൗ ഡു വി ടോക്ക് ടു ദം?
അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന രീതി വെച്ചാൽ ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികളായിട്ട് ഒരു കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കും. സോ അവർ ബേസിക്കലി പറയും ഓക്കെ ദേ ക്യാൻ സെൽ അവർ സോഫ്റ്റ്വെയർ, ദേ ക്യാൻ ഗെറ്റ് ലൈക്ക് എ സ്മോൾ കമ്മീഷൻ ഫോർ ദാറ്റ്. അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റേഴ്സും വിൽക്കുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസീസ് തന്നെയാണ്. കാരണം ഈ ഒരു ഫോർമാറ്റ് മാത്രമേ ഞങ്ങളുടെ ഫീൽഡിൽ വർക്ക് ആവുള്ളൂ. ബിക്കോസ് യു ആർ നോട്ട് ഓപ്പൺ സോഴ്സ്, പീപ്പിൾ ഡോണ്ട് സീ ദിസ്, ഇറ്റ്സ് നോട്ട് എ ഡെവ് ടൂൾ. ടെക്നിക്കലി ഇറ്റ് ഇസ് എ ഡെവ് ടൂൾ, പക്ഷേ ഞങ്ങളുടെ കേസിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഞങ്ങളൊരു സാസ്റ്റ് ടൂളാണ്. അപ്പോൾ ബേസിക്കലി സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ടൂൾസ് എന്ന് പറയും. അപ്പോൾ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ വിൽക്കണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ക്രാക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു വർക്ക് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഏജൻസീസ് ഹു ആർ റിയലി ഗുഡ് അറ്റ് ദിസ് സ്റ്റാഫ്. യു കനോട്ട് സെൽ ദിസ് ബൈ സെയിങ് ഓക്കെ ആഡ്സ് റൺ ചെയ്യാനോ റെഡിറ്റിൽ ആഡ്സ് റൺ ചെയ്താലോ ഫേസ്ബുക്കിൽ ആഡ്സ് റൺ ചെയ്താലോ ഞങ്ങൾക്ക് ഒരു ഗുണമില്ല. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ ഓരോത്തിനും ഓരോ ഡിഫറൻ്റ് ആണ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ് ഐ തിങ്ക് ദ പ്രോബ്ലം ടു ക്രാക്ക്. അപ്പോൾ ഇവരുടെ കേസിൽ ഐ തിങ്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഡെവ് ടൂൾ ആണ്. ദെൻ ദേ ക്യാൻ സീ ദാറ്റ് വേ ഓപ്പൺ സോഴ്സ്. ഐ തിങ്ക് ആൻഡ്രൂ ക്യാൻ ഷെയർ സംതിങ് അബൌട്ട് ദാറ്റ്. I don't deal with these stuff at Hopscotch, but mostly നമ്മുടെ സൈഡിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ like Hopscotchന്റെ കേസിലും like it started like from the ground up. It was a movement more than like a product. Basically we had problems and a group of people who had problems collectively came together to solve it together. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങിയത്. And അവിടുന്ന് തന്നെ we actually like made a really big, so like Hopscotchന്റെ movement was more like നമ്മൾ ആഡ്സിന് അധികം ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. I think even now I think we are like zero ad spends. Just organic. Yeah. പിന്നെ കുറച്ച് SEO. ഒരു പ്രാവശ്യം ഒരു ഇവന്റിന് സ്പോൺസർ ചെയ്തു. അത് ഇന്ത്യ ഫസ്റ്റിന് സ്പോൺസർ ചെയ്തു. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. ദാറ്റ് വാസ് ലിറ്ററലി ജസ്റ്റ് ബിക്കോസ് വി ഹാഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് റൂട്ട്സ് വിത്ത് ഫസ്റ്റ് യുണൈറ്റഡ്. സോ അതിന്റെ ബേസിസിൽ ജസ്റ്റ് ലൈക്ക് ഒരു ബേസിസിൽ ഇത് ചെയ്തു. ബട്ട് അതർ ദാൻ ദാറ്റ് വി ഡോണ്ട് ഹാവ് മച്ച് സ്പെൻസ് ഓൺ ദാറ്റ്. We just have this one development person who makes content like guides കാര്യങ്ങൾ and the sort of കാര്യങ്ങൾ. But other than that we don't have any like those, everything is organic. Like outbound sales പോലും നമ്മൾ പ്രോപ്പർലി അല്ലാത്ത like we haven't actually pretty much started doing that in a full capacity. നമുക്ക് എല്ലാവരും ക്ലയൻസ് വന്നേക്കുന്നതൊക്കെ ഇൻബൗണ്ട് ആണ്. ഐ തിങ്ക് ഹോപ്സ്കോച്ചിന്റെ കേസിൽ നമുക്ക് ലൈക്ക് സെൽഫ് ഹോസ്റ്റബിൾ ആയ ആ മാർക്കറ്റ് തേടുന്ന ആൾക്കാർ ലൈക്ക് ദേ ഡിസ്കവർ ഹോപ്സ്കോച്ച് ഓൺ ദെയർ ഓൺ ആൻഡ് there is a need for that. വേറെ ആരും ഓഫറും ചെയ്യുന്നില്ല. So it's like This is fine in a technical market. Exactly. Where like people who like എന്താ പറയുന്നത്, my dad works with hardware tools a lot. പുള്ളിക്കാരൻ്റെ അടുത്ത് ഒരു ഹാർഡ്വെയർ ടൂൾ സെല്ല് പുള്ളിക്കാരൻ്റെ അടുത്ത് ഹാർഡ്വെയർ ടൂൾസ് ആൾക്കാർ വന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബി പ്രിറ്റി ഇൻട്രസ്റ്റഡ് ടു നോ. ആൻഡ് ഹി നോസ് ലൈക്ക് എവറി സിംഗിൾ സ്പെക്ക് അറിയാം. ലൈക്ക് മൈ ഡാഡ് ഹാസ് ലൈക്ക് very specific ladders he actually prefers, mostly because he knows like certain ladders are pretty good and he has like experience with it and he knows what makes a good ladder, what makes a good screwdriver or something. Like actually like നമ്മുടെ ടൂൾസ് ആകുമ്പോഴത്തേക്ക് we kind of know like okay we can like നമുക്ക് പ്രോഗ്രാമർമാരുടെ ഇടയിലാണെങ്കിൽ we know what is a good computer, we know what's like what are the good software to use. So ഹോസ്റ്റലിന്റെ കേസിൽ അങ്ങനെയാണ് വന്നത്. So that doesn't work for everything else. And as I said, like distribution is like wildly different for wildly different people. Some people you had to actually like I think some products. I think Savio's one really cool thing was he understood like പുള്ളിക്ക് വേണ്ടത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ് because that's where the people are and that's where his target audience is. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നുള്ളത് that is actually pretty good move. Right, so അങ്ങനത്തെ കാര്യങ്ങളാണ്. So like distribution is ഞാൻ ജനറലി പറഞ്ഞാൽ it's a pretty wide topic. Hopscotchന്റെ ഇത് we were lucky. And we actually had to also make sure like this movement was there. Our movement in a factor. Not everyone can make that movement up. We just got traction like that. It was a collective of nerds who had some problems to solve. Our collective ആയിട്ട് വന്നിട്ട് they just share like fully word of mouth ആയിട്ടുള്ള രീതിയിലുള്ള mindset. That doesn't work for all companies. In Hopscotch ആണെങ്കിൽ ലോങ് റണ്ണിൽ that's not going to be the case. ഇപ്പോൾ for example the people we are like ഇപ്പോൾ നമ്മുടെ enterpriseലേക്ക് switch ചെയ്തു. And now the interesting factor which happens is നമ്മളെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് are not the developers but they're managers, right? That actually changes a lot and that makes conversations boring as well, but that actually changes a lot because നമ്മൾക്ക് കൺവിൻസ് ചെയ്യേണ്ട ആൾ മാറി, right? ICPs. Yeah, basically that becomes the thing. So yeah, it evolves. It is a very wildly different thing between different companies. So like the അറിയുകൊണ്ട് like industry അറിയുക, what you are getting into എന്ന് അറിയുക എന്നുള്ളതാണ് usually like is the main thing for. I think അതിലുള്ളൊരു പോയിന്റ് ഐ തിങ്ക് ഫൗണ്ടർ മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് വേർ ഹൗ ക്ലോസ് ദ ഫൗണ്ടർ ഈസ് വിത്ത് ദ മാർക്കറ്റ്. Yes. അപ്പം അതിന് ആക്ച്വലി നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്കാണ് ബിക്കോസ് at this point I'm seeing a lot of people building a lot of things പക്ഷേ ആ നെറ്റ്വർക്ക് ആ കണക്ഷൻസ് ആ ബ്രാൻഡിങ് like do you know the right people who can even organically this on the maker side you kind of see like ഇപ്പോൾ ഹോപ്സ്കോച്ചിൽ വർക്ക് ചെയ്യുന്ന കാരണം I actually see really visibly into like
വേറെ ഡെവ് ടൂൾ സ്പേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. മോസ്റ്റ്ലി ബിക്കോസ് എൻ്റെ ഡേ ടു ഡേ ഇസ് നൗ ലൈക്ക് സൂപ്പർ ഫോക്കസ്ഡ് ഓൺ ദീസ് സ്റ്റഫ് ദാറ്റ് ഐ കാൻ നോ. സോ ലൈക്ക് ഇപ്പം ഞാനൊരു ഡെവ് ടൂൾ സ്പേസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എം റിയലി കംഫർട്ടബിൾ ദർ, മോസ്റ്റ്ലി ബിക്കോസ് ലൈക്ക് ഐ നോ വാട്ട് ദ ഫീൽഡ് ഇസ് ലൈക്ക്. സോ അതുകൊണ്ട് ഐ തിങ്ക് ഇൻ ഫൗണ്ടർ മാർക്കറ്റ് ഫിറ്റിൻ്റെ ഒരു ഇതിൽ വരുമ്പോൾ. സോ ഇതൊക്കെയാണ് നമ്മുടെ KPH ഹൗസിൽ നടക്കുന്ന ഏതാണ്ട് ഡിസ്കഷൻസ്. ഇതൊരു ചെറിയ ഭാഗം. ഇപ്പം ഇതുപോലെ തന്നെ നമുക്ക് കുറേ ഡിസ്കഷൻസ് ഇന്നലെ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് വിൽ പ്രോബബ്ലി ഹോസ്റ്റ് മോർ retreats like this in the future, and if you're building something cool, just hang out with us, talk to us. The best are the midnight conversations. Yeah, the best conversations happen after like 12 AM in the night. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഇരുന്ന് രാത്രി സംസാരിച്ച് I don't know, എക്സ്ക്ലൂസീവ് അൺറെക്കോർഡഡ് ഇതിന്റെ this is recorded. ഇതിന്റെ പുറകെ എക്സ്ക്ലൂസീവ് സീൻസ് ആക്ച്വലി ഞങ്ങൾ 6 മണി വരെ പോയി. Unfiltered conversations are the best. Yeah. Hi all. I think ഈ പോഡ്കാസ്റ്റ് ഇത് ക്ലോസ് ടു 6 months ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 30 എപ്പിസോഡ്സ് നമ്മൾ കവർ ചെയ്തു. ആൻഡ് എവറി ഫ്രൈഡേ at 5 PM ഓരോ എപ്പിസോഡും ഈ ചാനലിൽ പുറത്ത് പോകുന്നുണ്ട്. സോ ഐ ജസ്റ്റ് തോട്ട് ടു ഷെയർ വാട്ട് KPH ഈസ്, ആൻഡ് മേ ബി ഫോർ ദ ന്യൂ ഓഡിയൻസ് ദിസ് മൈറ്റ് ബി യൂസ്ഫുൾ. KPH ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ആയിട്ട് 2017 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇറ്റ് വാസ് ഓൾ ഇൻവൈറ്റ് ഓൺലി. അതായത് നമുക്ക് പരിചയമുള്ള ഫൗണ്ടേഴ്സിനും പ്രൊഡക്റ്റ് ബിൽഡേഴ്സിനും ആക്ച്വൽ ചെയ്യുന്ന ആൾക്കാർ, നോട്ട് ദി തള്ളൽ ഫോക്സ്, അവർ മാത്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ അക്രോസ് കേരള ഫ്രം 2017 onwards we've been hosting meetups. ഒരു 10, 20, 30 ആൾക്കാരായിരുന്നു ഇപ്പോൾ, അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് ആഫ്റ്റർ ദ പോഡ്കാസ്റ്റ് ആൻഡ് ആഫ്റ്റർ വി പുട്ട് അവർ സെൽഫ് ഔട്ട് ദർ ഓൺ ദി ഇൻ്റർനെറ്റ്, ലോട്ട് ഓഫ് ന്യൂ പീപ്പിൾ ആർ കമ്മിങ് ഇൻ, റൈറ്റ്? സോ ഇതാണ് ഒരു KPHൻ്റെ ഒരു കറണ്ട് സ്റ്റേറ്റ്, ആൻഡ് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻസ്, ആക്ച്വൽ റോ ആൻഡ് ഹോണസ്റ്റ് ജെന്യൂൻ. യു വിൽ നോട്ട് ഫൈൻഡ് ആസ് എനിവർ ഇൻ ന്യൂസ് പേപ്പർ ഓർ എനിവർ, ബട്ട് ഇറ്റ്സ് എ വെരി സ്മോൾ ബട്ട് ആക്ച്വൽ ബ്രൂട്ടലി ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. And that is KPH for you, and you can check them out on kph.club. We have some interesting initiatives we are very passionately bringing about, be it the community, be it offline events, master classes, be it fund, KPH angel networking, അല്ലെങ്കിൽ even VC fund ഒക്കെ ഫ്യൂച്ചറിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ ദീസ് ആർ സം ഓഫ് തിങ്സ് ഐ എം പേഴ്സണലി എക്സൈറ്റഡ് അബൌട്ട്. ആൻഡ് കേരളാസ് ഇതിനെ നമുക്ക് പൊക്കിയെടുത്ത് വേറെ ലെവൽ കൊണ്ടുവരാൻ പറ്റിയൊരു ഇനീഷ്യേറ്റീവ് ആണ്. And even I am getting goosebumps as I am saying this, right? So this is what I is excited about, and this is my ikigai when I am working on tour. So yeah, for more ഇതുപോലത്തെ അടിപൊളി ഫൗണ്ടേഴ്സ്, ചെക്ക് ഔട്ട് kph.club. നമ്മുടെ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. നമ്മുടെ ഇതുപോലത്തെ കുറേ പോഡ്കാസ്റ്റുകൾ അതിൽ അനൗൺസ്മെൻറ്റ്സ് വരുന്നതായിരിക്കും. ആൻഡ് യാ, ദാറ്റ് ഈസ് ഇറ്റ്.